അവധി കിട്ടിയാൽ മുത്തശ്ശിയുടെ വീട്ടിൽ പോവുക എന്നത് എല്ലാ സ്റ്റുഡൻസിന്റെ ഒരു കടമയാണ്. അങ്ങനെ 3 വിദ്യാർത്ഥികൾ വെക്കേഷനായി പുറപ്പെടുകയാണ്. പോകുന്ന സ്ഥലത്ത് വല്ലാത്തൊരിടം കണ്ടു. അതവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ആമസോൺ കാടുകളിലുള്ളതുപോലെ വലിയ വലിയ മരങ്ങൾ, വലിയ വലിയ ചെടികൾ. ടെന്റ് അടിക്കാൻ പറ്റിയ സ്ഥലം ഇതാണെന്ന് തീരുമാനിച്ച് അവിടെ തന്നെ ടെന്റ് അടിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയ ശബ്ദം ഈ കാട്ടിനുള്ളിൽ എവിടെ നിന്നാണെന്ന് ആലോചിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ നടക്കുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ പബ്ജിയിൽ കാണുന്നത് പോലെ വലിയൊരു സെറ്റപ്പ് കാടിന്റെ നടുക്ക് അവർ കണ്ടെത്തുന്നു. ഈ കാടിന്റെ നടുക്കെന്തിനാ ഇത്രയും വലിയൊരു സംഭവം? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഇവന്മാര് ചുമ്മാതിരിക്കോ? നേരെ അതിനകത്തേക്ക് ഒരു എൻട്രി. അകത്തേക്ക് പോയി നോക്കിയപ്പോ അവിടെ 3 ഡോക്ടർമാർ സംഘം ചേർന്ന് ഒരു കുരങ്ങിന് ഓപ്പറേഷൻ നടത്തുകയാണ്. റിസർച്ചിനൊടുവിൽ ആ പാവപ്പെട്ട കുരങ്ങൻ ചത്ത് ഒന്നിനും കൊള്ളാത്തൊരു നോട്ട് പോലെയായി. പുറത്തേക്ക് വന്ന ഡോക്ടർമാർ ആ കുരങ്ങന്റെ കുട്ടിയെ റിസർച്ച് ചെയ്യാമെന്ന് സംസാരിച്ചുകൊണ്ട് നടന്നുപോയി. ഇത് കേട്ടതും പയ്യന്മാർക്ക് ഭയങ്കര ഷോക്ക്. കുരങ്ങന്റെ കുട്ടിയാണെങ്കിൽ ലോക്ക്. കുരങ്ങന്റെ കുട്ടി ഇവന്മാരെ സങ്കടത്തോടെ നോക്കി. നമ്മുടെ ഹീറോ ചുമ്മാതിരിക്കോ? കുരങ്ങന്റെ കുട്ടിയെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് ഓടി. കാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടതും മരത്തിൽ കയറി ചാടി ഓടുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മയെ നഷ്ടപ്പെട്ട കുരങ്ങൻ ഹീറോയെ തന്റെ അമ്മയാണെന്ന് കരുതി കാലിൽ നിന്ന് അതിന്റെ പിടി വിട്ടതേയില്ല. വേണ്ടടാ, നമുക്കിതിനെ ഇവിടെ തന്നെ വിട്ടിട്ട് പോവാം. ആനിമൽ വെൽഫെയറിൽ നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് ഫ്രണ്ട്സ് പറഞ്ഞു നോക്കിയിട്ടും എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞ് കുരങ്ങന്റെ കുട്ടിയുമായി ഹീറോ വീട്ടിലേക്ക് പോയി. പിന്നെന്താ, ആ കുട്ടിക്കുരങ്ങന്റെ ലൈഫ് സ്റ്റൈലിനങ്ങ് മാറിയില്ലേ? LCD TV, അപ്പൊ AC, ചോദിക്കുമ്പോഴൊക്കെ പിസ്സ. കുട്ടിക്കുരങ്ങന്റെ ജീവിതം അങ്ങനെ ഓണാഘോഷം പോലെ ആഘോഷമായി മാറി. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? കാറ് അടിപൊളിയായിട്ട് ഓടിക്കും. ഇവൻ ഇനി ലൈസൻസും ആധാർ കാർഡും മാത്രമാണ് എടുക്കാത്തത്. ഇങ്ങനെ ലാളിച്ചു വളർത്തിയ കുട്ടിക്കുരങ്ങനെയും കൂട്ടിക്കൊണ്ട് ഒരു അടിപൊളി സംഭവം ചെയ്യാനായി നമ്മുടെ പയ്യന്മാർ പുറപ്പെട്ടു. കരിക്കുറങ്ങ പോടാ അവിടുന്ന്. എന്താടാ നോക്കുന്നേ? പോടാ. അയ്യോ എന്റെ അമ്മോ. ഇവൻ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അയ്യോ നിന്നെക്കാൾ അധികമായിട്ട് എനിക്ക് ഇവനെ കുറിച്ച് അറിയാം. എടാ അത് എന്റേതാടാ. കുഴപ്പമില്ല, എന്റെ സൈസിന് വാങ്ങിയതാ. എല്ലാം ഒരു സൈസ് തന്നെ. ഏയ് എന്റെ പൊന്നു മോനെ, ഒന്നും മിണ്ടാതിരിക്കേ.
അല്പം നേരത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കാൻ നോക്കടാ. വെറുതെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. ചുമപ്പ് പെട്ടെന്ന് അമർത്തരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പുറകോട്ട് പോന്നോ. മിണ്ടരുത്. ഇവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സ്വഭാവം മാറും. പോലീസ് വരുന്നുണ്ട്. പോലീസ് 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 എവിടെ? അതേടാ പോലീസാ. വെറുതെ പേടിക്കണ്ട. ഇവനെ പുറകെ ഇരുത്ത്. വെറുതെ പേടിക്കണ്ട. ഒന്ന് എല്ലാരും ഒന്ന് മിണ്ടാതിരിക്കുക. സൈലൻസ് സൈലൻസ്. തീർന്നു. നമ്മുടെ കയ്യിലെ മാസ്കും കണ്ണു കണ്ട അതോടെ എല്ലാം തീരും. പെണ്ണുകളെ എന്നെ എങ്ങനെ കണ്ടാലോ? അത് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിട്ടുകളെ. നമ്മുടെ ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നശിപ്പിക്കാൻ വരുന്ന ഏതാണെങ്കിലും അതിനെ നശിപ്പിക്കണം. അല്ലെങ്കിൽ ആ ഭയത്തെ ഉടൻ തന്നെ ദിശ മാറ്റണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ കണ്ടോ സാധിക്കേ? സ്ലോയില് പോ. അങ്ങോട്ട് നോക്കടാ, ഒരു വെള്ളക്കാക്ക മലന്ന് പറക്കുന്നു. സാർ, സാറിന്റെ വണ്ടി പഞ്ചറാണെന്നാ തോന്നുന്നത്. കാറ്റ് കുറഞ്ഞിരിക്കുക. ചെക്ക്. കാറ്റടിച്ചാണല്ലോ. നിനക്ക് ഈ ഐഡിയ ഒക്കെ എവിടുന്നടാ വരുന്നേ? അവന്റെ അടുത്ത് ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ പോട്ടെ. മങ്കി മോൻ നിന്നെ എവിടാ കടിച്ചത്? താങ്ക് യു ഡാർലിംഗ്. ഇരിക്കേ. ഇത് നോക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോണം കേട്ടല്ലോ. എല്ലാം ഇവിടെ വലിച്ചു വാരി ഇടരുത്. പിന്നെ ആ തെണ്ടി പിള്ളേരുടെ കൂടെ ചേരരുത്. ഓക്കെ? ഹൈ ഫൈ ഹൈ ഫൈ. യോ, അവന്റെ ഒരു സ്നേഹം. ഹലോ, ടിക്കറ്റ് എടുക്കാത്തവരെല്ലാം ടിക്കറ്റ് എടുക്കണം. ചെക്കിംഗ് വന്നാൽ എല്ലാവരും കൊടുക്കും. പിന്നെ ആവശ്യമില്ലാത്ത ഫൈൻ അടയ്ക്കേണ്ടി വരും. സഹോദരൻ അത് വാങ്ങിക്കേ. ചേട്ടാ ഒരു MG റോഡ്. ചേട്ടാ ഗാന്ധി മാർക്കറ്റ്. എത്ര? രണ്ടാണോ? ആ മുന്നിലുള്ളവരൊക്കെ ടിക്കറ്റ് എടുക്കണേ. വേഗം ചേട്ടാ ഒരു കളക്ടറേറ്റ്. അനിയ സാർ, ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടിയില്ല. ഇപ്പൊ വാങ്ങിത്തരാം. ഇപ്പൊ തരും, ഒന്ന് വെയിറ്റ് ചെയ്യും. ആ ടിക്കറ്റ് എടുക്കാത്തവരൊക്കെ ടിക്കറ്റ് എടുക്കണേ വേഗം. സാറേ ചില്ലറ ഇട്ടിട്ടില്ല. തള്ളാതെ അങ്ങോട്ട് നീങ്ങി നിൽക്കും. അതെ, 500 രൂപ കൊടുത്തിട്ട് ടിക്കറ്റും കിട്ടിയില്ല, ചില്ലറയും കിട്ടിയില്ല. അയാളോടെ പോയി. ചേട്ടാ ഒരു റെയിൽവേ സ്റ്റേഷൻ. ജനറൽ ഹോസ്പിറ്റൽ. ചേട്ടാ ബേബി ഹോസ്പിറ്റൽ 2. സെവൻ to 9 ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ ആരും ഇല്ലേ? പറയച്ചേ. ഭയങ്കര തലവേദന, കൈകാലിനൊക്കെ ഭയങ്കര വേദനയാ. വയറ്റിന്റെ അകത്തും ചെറിയൊരു വേദന. പോയി ഡോക്ടറെ കാണാൻ പാടില്ലേ? ഡോക്ടറിനെക്കാളും മോൻ തരുന്നതാ വേഗം ഗുണാകുന്നേ. ശരി, നിക്ക്. വരട്ടെ മോനെ. ശരി ചേച്ചി. ഒരു ജലൂസൽ, ഒരു PSR, ഡോളോ 650 2 ബോക്സ്, പിന്നെ ഡോളോ 250 ഒരു കോഫ് സിറപ്പ്, പിന്നെ അതുകൂടാതെ അനിയ എന്താ വേണ്ട? എന്താന്ന് പറയടാ. ചേട്ടാ മൂഡ്സ് 2 പാക്കറ്റ് വേണം എനിക്ക്. അല്ല, നീ നമ്മുടെ ദേവകി ടീച്ചറിന്റെ മോനല്ലേ? ചേട്ടാ ആരോടും പറയില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ. ഞങ്ങളൊക്കെ വീട്ടിൽ ആളില്ലെങ്കിൽ ഒരു ക്വാർട്ടർ അടിക്കാൻ ആലോചിക്കുന്നത്. നീയൊക്കെ മാറ്റർ ലെവലിലാണല്ലോ ആലോചിക്കുന്നത്. ശരി 500 രൂപ എടുക്ക്. 500 രൂപയോ? ഇവിടെ ഒരു പാക്കറ്റിന് 500 രൂപ. 2 പാക്കറ്റ് ആണെങ്കിൽ 1000 രൂപ ഉണ്ടെങ്കിൽ തന്നാ മതി. അല്ലെങ്കിൽ നിന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടേ മോൻ കാണ്ടം വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചോളാം. പയ്ക്കോ. ചേട്ടാ വേണ്ട ചേട്ടാ, 500 രൂപയുള്ളൂ ചേട്ടാ. ശരി, എന്നാ ഒന്ന് വാങ്ങിച്ചാൽ മതി. ഇനി ആവശ്യം വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിച്ചോ കേട്ടല്ലോ. ഇനി ഇങ്ങോട്ട് ഞാൻ വരികയില്ലല്ലോ. ആവശ്യം വരൂടാ. കവറിലിട്ടോണ്ട് പോടാ, അല്ലെങ്കിൽ ആരെങ്കിലും കാണും. ചേട്ടന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ചേട്ടൻ അറിയില്ലേ, 4 മണിയായി. ഞാൻ അപ്പൊ പോകും. വീട്ടിൽ കുറച്ച് പ്രശ്നം ലേറ്റ് ആയി പോയടേ. ശരി. കളക്ഷൻ മുഴുവൻ അവിടെ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോ. ഇവന്റെ ഒരു കാര്യം, 6 മണി വരെ വർക്ക് ചെയ്യടാ. പൈസ കുറച്ച് കൂട്ടിത്തരാന്ന് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഇവൻ എവിടെയായി പോകുന്നത്? വന്നേ ഇരിക്കേ.
എന്താ പ്രശ്നം പറയേ? നടന്ന ഉടനെ ശ്വാസം മുട്ടുന്നു, ഉം. ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നുണ്ട്, ഏ? പിന്നെ നെഞ്ചുവേദനയുണ്ട്. സർ ഞാൻ ഈ തലവേദന, ചുമ, വയറ്റുവേദന ഇത് മാത്രമേ നോക്കുള്ളൂ. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്തോ വലിയ രോഗമെന്നാ. നിങ്ങൾ പോയി വലിയ ഡോക്ടറിനെ കാണാം. അത്രയ്ക്കൊന്നും കാശില്ല ഡോക്ടറെ, ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. പെണ്ണുമ്പിള്ളയാണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജോലിയും ചെയ്യാതിരുന്നാലേ പെണ്ണുമ്പിള്ള വഴക്ക് പറയെ തന്നെ ചെയ്യും. ആവും തിരിഞ്ഞ് ഒന്ന് ശക്തമായിട്ട് ശ്വാസം വിട്ടെ. വലിച്ചുവിട്. മഞ്ഞ 2. ആ ഈ ഗുളികയെ ദിവസം കഴിച്ചാൽ മതി. പിന്നെ വാക്കിംഗ് പോകാൻ മറക്കരുത്. എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. എല്ലാം അറിയുന്ന ഡോക്ടറാണ് നിങ്ങൾ. എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ചില ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർമാരുണ്ട്, മരുന്ന് തന്നെ അവന്മാര് കണ്ടുപിടിച്ചോല്ല തെണ്ടുകൾ സംസാരിക്കുന്നത്. ശരി അവരെയൊക്കെ എന്തിനാ വഴക്ക് പറയുന്നത്? ശരി, ഇത് സമയം കഴിച്ചാൽ മതി. ശരി ഡോക്ടർ. ദിവസം രാവിലെ നടക്കാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. ഞാനിന്ന് ക്യാബ് മാത്രം സ്ട്രൈക്ക് എന്ന് വിചാരിച്ചേ. ബസ്സും സ്ട്രൈക്കാണോടി? നമ്മുടെ നാട്ടിൽ എന്നാടി ബസ് സമയത്തിന് വന്നിട്ടുള്ളത്? വാശൊന്ന് കാണിച്ചേ. എടി ബസ് വന്നു. ആ കേറ് പെടുത്ത് കേറ്. അയ്യോ ഈശ്വര, എന്താടി, ആരെങ്കിലും നിന്നെ തട്ടിയോ? അതൊന്നും അല്ലടി, എന്റെ കയ്യിൽ ചില്ലറയില്ല. 2000 നോട്ട് മാത്രമേ ഉള്ളൂ. നിന്റെ അടുത്ത് ചില്ലറയുണ്ടോ? എന്റെ ചില്ലറ ഇല്ലടി. ചില്ലറ ഇല്ലെങ്കിൽ ഇറക്കി വിടും. ഇനിയിപ്പോ എന്താടി ചെയ്യാ? നീ വിഷമിക്കണ്ട, നോക്കാം. 2 MG റോഡ്. 2 MG റോഡ്. തിരിഞ്ഞു വന്നോ, അല്ലെങ്കിൽ കണ്ടക്ടർ വഴക്ക് പറയും. എന്താടി ഇത്, ഇതുവരെ ടിക്കറ്റ് കിട്ടിയില്ലല്ലോ. കിട്ടോടി. എന്റെ അമ്മച്ചി, ഇവിടെ രാവിലെ ഈ ഓട്ടോ ഓടിക്കാണല്ലോ. നീ അവനെ വിട്ടേക്ക്. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടടി, വിട്ടേക്ക്. ഓഫീസിലെത്താൻ ലേറ്റ് ആവും. ഈവനിങ് നോക്കിക്കോളാം. ശരി വാ. എന്താ സാർ ഇത്? പേപ്പറിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതിന് 300 രൂപയോ? ഡോക്ടറിനോട് തർക്കുത്തരം പറയുന്നു. കാശെടുക്ക. 3 നേരം ഗുളിക കഴിച്ചിട്ട് നന്നായിട്ട് വാക്ക് ചെയ്യാൻ നോക്ക്. പോ. നെക്സ്റ്റ്. രാവിലെ ഓരോന്ന് വന്നോളൂ. നെക്സ്റ്റ്. എടീ, നമ്മള് ബസ്സിൽ കണ്ട ആ കണ്ണനെ പോലെ തന്നെ ഇല്ലേ? നിനക്ക് ആരെ കണ്ടാലും സംശയം. മിണ്ടാതെ വാ. എടീ, അവനെ പോലെ തന്നെയുണ്ട്. വരൂ, ഇരിക്കെ. ആരാ പേഷ്യന്റ്? ആ ഇരിക്കെ. എന്താ സംഭവിച്ചേ? രാവിലെ ബസ്സിൽ വരുമ്പോ ഒരു തെണ്ടി. ഏ? ഏയ്, അത് ബസ്സിൽ നിന്ന് തെന്നി താഴെ വീണതാ ഡോക്ടർ. ആ കൈ കാണിക്കേ. പേടിക്കാവുന്നില്ല. ഡ്രസ്സിങ് ചെയ്തിട്ട് ഒരു TT ഇട്ടാ മതി. ആ കൈയൊന്ന് കാണിച്ചേ. ഒന്നുമില്ല, ഒരു ചെറിയ ഇരിച്ചില്ല, അത്രേ ഉള്ളൂ. എല്ലാം ശരിയാവും. കൈ ഇതുപോലെ വയ്ക്കും. കുഴപ്പമൊന്നുമില്ല, വെച്ചോളൂ. അങ്ങനെ തന്നെ. ഏറ്റ വീഴ്ചയാണെന്നാ തോന്നുന്നത്. തുടർച്ചയായിട്ട് ഒരാഴ്ച ഡ്രസ്സിങ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്റ്റിക് ആവും. ഇത് കണ്ടിട്ട് മരുന്ന് തേക്കുന്ന പോലെ തോന്നുന്നില്ലല്ലോ. കൈമുത്തത്തി തേച്ചെടുക്കുന്ന പോലെ ഉണ്ടല്ലോ. നീ നന്നായിട്ട് പഠിച്ചെങ്കിലേ ഇപ്പം ഡോക്ടർ ആയനെ. ഹിപ്പ് കാണിച്ചേ. എന്ത്? സൂചിയിടാൻ വേണ്ടി, അല്ലാതെ വേറെന്ത് ചെയ്യാനാ? വേണ്ട, നിങ്ങൾ കൈ തന്നെ ഇട്ടാ മതി. കയ്യിൽ പരിക്ക് പറ്റിയിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇടാന്ന് വിചാരിച്ചത്. ആ പേര് പറ. ജാൻസി. ജോൺ സി. ഏജ് 26. ഫോൺ നമ്പർ. നമ്പറോ? എന്തിന്? എന്റെ പേഷ്യൻസ് ഫോളോ അപ്പിൽ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയണം. പേഷ്യന്റ് ഫോളോ അപ്പിൽ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഡോക്ടറല്ലേ, ഞാൻ എപ്പോഴും ഫോളോ അപ്പിൽ തന്നെ ഉണ്ടാവും. വെരി നൈസ് ഡോക്ടർ. നോട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. 9424 9424 54 54 7366. ഓക്കെ. വാട്സ്ആപ്പ് ഉണ്ടോ?
ഒരു 4-5 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഡ്രസ്സിങ് ചെയ്യേണ്ടി വരും. സോ മറക്കാതെ വരണം. നിങ്ങൾ മാത്രം വന്നാൽ മതി. നിങ്ങളുടെ ഫീസ് എത്രയാ? 5 രൂപ. 5 രൂപയോ? അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. കൃത്യമായിട്ട് 5 രൂപ ഉണ്ടല്ലോ. താങ്ക് യു. പിന്നെ മറക്കാതെ വന്നേക്കണം. ഓക്കെ. എന്താണ് ഇത്? വേറെ 5 രൂപയാണല്ലോ ഫീസ്. തലവേദന എന്ന് പറഞ്ഞു വന്നാൽ 200 രൂപ വാങ്ങുന്നവനാ. പെമ്പിള്ളേരെ കണ്ടപ്പോ 5 രൂപ. താണുയരും മനസ്സിലെ താഴ്വരയിൽ തണല് തരാൻ വരുമോ സഖി? പാൽ നിറമാം ചിറകുകളാലണയും പനിമതിയായി വരുമോ സഖി? യാത്രകളിൽ കൂട്ടാവാം, രാത്രികളും കൂട്ടാവാം. കൺമണി എന്നെ നീ കണ്ണിലുള്ള കാന്തമുള്ള നുള്ളേണം. മുന്നിൽ നിന്നു മാറാതെ മുല്ല പോലെ വാടാതെ എന്നുമേ എന്നിലെ മുത്തെടുത്തു മുത്തമിട്ടു തന്നൂടെ. ഞാൻ ഇരുപേരും ഈ പെൺ വഴി തേടാം. പെൺ മിഴിവനിയിൽ പ്രണയപ്പൂച്ചേരാം. തീ പോൽ എരിയുകയായി തീരാ കനവുകളാൽ നിഴൽ പോലെ പിന്തുടരാൻ എന്നും ഞാൻ പോരാ. നീ വരുമോ? എടി ഇത് കണ്ടോ, ഫേസ്ബുക്കിലെ എല്ലാ ഫോട്ടോസിനും ലൈക്ക് ചെയ്യാവൻ. എന്റെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഫോട്ടോ വരെ. മനസ്സുകളിൽ പുതുരുചികൾ ഒഴുകുകയായി പുതുനദികൾ. പെണ്ണെ നിന്നെ കാണും മുന്നേ ഞാൻ അറിഞ്ഞതില്ലേ എന്നെ. നിന്നെ മാത്രം കണ്ടിരിക്കാൻ 2 കണ്ണുകൾ പോരെന്നെ. ഇനി വാഴും നിമികളിലെല്ലാം ഇടനെഞ്ചിൻ നീ അനുരാഗം. അലതല്ലും 1000 അഴകെ നിന്നിലേക്കു തന്നെ വീണതെന്നെ ഗാനം. നീ ഞാൻ ഇരുപേരും ഈ പെൺ വഴി തേടാം. പെൺ മിഴിവനിയിൽ പ്രണയപ്പൂച്ചേരാം. തീ പോൽ എരിയുകയായി തീരാ കനവുകളാൽ നിഴൽ പോലെ പിന്തുടരാൻ എന്നും ഞാൻ പോരാ. നിന്നിലേക്ക് തന്നെ വീണതെന്നെ ഗാനം. ലേറ്റ് ആക്കല്ലേ കേട്ടോ. ഓക്കെ മോളൂ. പെട്ടെന്ന് വരണേ. ഞാൻ വന്നേക്കാം. എന്താളിയാ വല്ലാത്ത സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. പിന്നല്ലാതെ പ്രേമം തുടങ്ങിയ പിന്നെ അങ്ങനെയല്ലേ. എടുത്ത് തലകുത്തി മറിക്കല്ലേ. എന്താടാ വെള്ളം ഒഴിക്കാതെ വെള്ളം ഒഴിച്ചോ? എടാ അവള് സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. ഇപ്പോഴൊക്കെ നല്ല രസമായിരിക്കും. നീ ഡോക്ടറല്ല കള്ളണെന്ന് അറിയുമ്പോഴേ അവള് പറയുന്നൊക്കെ കാത് കൊടുത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിലായി. അവൾ അറിയുമ്പോഴേക്കും ഞാൻ ഇതിനേക്കാളും വലിയൊരു സ്ഥലത്തായിരിക്കും. എന്നെക്കുറിച്ച് എന്ത് പറയാനാ? ഞാനൊരു കർഷകനാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണാം. കാശ് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇവിടെ എല്ലാവരും നമ്മളെപ്പോലെ കർഷകരല്ലേ. ആരുടെ കയ്യിൽ ഒരു പൈസയുമില്ല. നാടിന് മുഴുവൻ ആഹാരം കൊടുക്കുന്ന കർഷകനായിട്ട് മോക്ക് ആഹാരം കൊടുക്കാനുള്ള വഴിയില്ല. പിന്നെ എങ്ങനെയാ കട അടയ്ക്കുന്നത്? നമ്മൾ ചാകുന്നതല്ലാതെ വേറെ ഒരു മാർഗമില്ല. ആത്മഹത്യ നമ്മുടെ മതത്തിനെതിരായതാ. എന്നാ അല്ല നമ്മളൊരു കർഷകനായിട്ടാ ജനിപ്പിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ മരിച്ചിട്ടും നമ്മുടെ മോള് റോഡിൽ കിടന്ന് പിച്ച എടുക്കുന്നതിനേക്കാളും ഒരു കർഷകന്റെ മകളായിട്ട് തന്നെ. മാധവ, കാശെന്തേലും ഉണ്ടോ കയ്യില്? എന്തിനാ സാധിക്കേ? വിഷം വാങ്ങി കഴിക്കാനാടാ.
എന്താണ് ഈ പറയുന്നത്? കർഷകന്റെ അവസാനത്തെ ആയുധം ആത്മഹത്യ തന്നെയല്ലേ? ആ തീരുമാനം തന്നെ ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. നിനക്കെന്താ വട്ട് പിടിച്ചോ? കർഷകരുടെ മരണം വെറും ന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കായിട്ട് പോരാടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നീ നേരെ സിറ്റിയിലേക്ക് പോ. എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടും. ഉറപ്പായിട്ടും കിട്ടോടാ? തീർച്ചയായിട്ടും കിട്ടും. നീ പുറപ്പെടും. ഇവിടെ എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്യുന്നത്? ഹലോ ഹലോ, ഞാൻ ജാൻസിയ ആ സംസാരിക്കുന്നത്. പറഞ്ഞോ. നീ എവിടെയുള്ളേ? ഞാൻ ഒരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുക. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇവിടെ ഒരു കാര്യം. എന്താണ്? ഞാൻ കഴിച്ചു. നീ ഇപ്പൊ എവിടെയാ? ഒരു ലോണിന്റെ കാര്യത്തിന് എംഡിയോടൊപ്പം പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഇവന്റെ ഒരു ടോർച്ചർ. ഹലോ, ശരി, ഞാൻ പോയിട്ട് വരാം. ശരി, ഓക്കെ, പോ. ആരാളിയാ? ജാൻസിയാ? അതേടാ. ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല. ഇവനൊന്ന് ഇരുത്തറ. ഈ ദരിദ്രവാസി എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്യുന്നത്? ദരിദ്രവാസി ആരെയാ പറയുന്നേ? അളിയാ, അടുത്ത ആഴ്ച കല്യാണോ? നീ ഫ്രീ അല്ലേ? വന്നേക്കടാ. എന്നെ ഫോൺ ചെയ്ത് കല്യാണം വിളിക്കാൻ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? നിനക്കൊക്കെ ഏത് തെണ്ടിയടാ പെണ്ണ് തന്നു? എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നീ ഫ്രീ ആയിരിക്കുന്ന കാര്യം സത്യം തന്നെയല്ലേ? നിന്റെ പെണ്ണും പിള്ള ട്രംപിന്റെ കൂടെ ഒളിച്ചോടി പോടാ. നിനക്ക് ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന സംഭവം നടക്കില്ല. നിന്റെ അമ്മായി നിന്റെ ഭാര്യ കൂടെ നിന്നെ തല്ലി കൊല്ലൂടാ. നീ ഒരു ആന്റി ഇന്ത്യനാ? അളി, എനിക്കൊരു ഡൗട്ട്. പറയാൻ പറ്റില്ല, പോടാ. ഇന്ത്യൻ അപ്പൂപ്പനെ അറിയാം. ഇതാരാ ഇന്ത്യൻ ആന്റി? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നല്ല ദേഷ്യത്തില. മര്യാദയ്ക്ക് മിണ്ടായിരുന്നോ? എന്തോ ഇത്ര ദേഷ്യം? പുതിയ വീഡിയോ ആണല്ലോ, സംഭവം കൊള്ളാം. എന്നെ തന്നെയാണോ ഇവള് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആണല്ലോ. അവൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നിങ്ങൾ സിംഗിൾ ആണോ? അതെ, ജനിച്ചപ്പോ മുതൽ സിംഗിൾ തന്നെയാ. എങ്കിൽ ഞാൻ ചേരെടുത്തോട്ടെ. എവളൊക്കെ എവിടുന്ന് വന്ന് കേറുന്നു? ഹായ്, സുഖം തന്നെയല്ലേ? ഇരിക്ക്. അളിയാ, മാനേജർ വിളിക്കുന്നു. വാ, പോകാം. ഞാനിത് അവരെ ലവറാ. ഉടനെ വന്ന് കാണാൻ. പോവാം. ഒരു മിനിറ്റ്, ഞാൻ പെട്ടെന്ന് വരാം. സാറ് വിളിച്ചെന്ന് പറഞ്ഞു. അതെ സതീഷ്, പഴയതുപോലെ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ പ്രോജക്ട്സ് ഒന്നുമില്ല. നിനക്കും അറിയാലോ, ഇത് റെസിഷൻ പീരീഡ് ആണ്. അറിയാം സാർ. ഇപ്രാവശ്യം നമ്മൾ ആൾക്കാരെ കുറയ്ക്കാൻ പോവുക. ഇപ്രാവശ്യം 70 പേരെയാ പൊക്കാൻ പോകുന്നത്. സൂപ്പർ സാർ. എനിക്കൊരു 2 ദിവസം സമയം തന്നാൽ മതി. 70 പേരുടെ ലിസ്റ്റ് ഞാൻ റെഡിയാക്കി തരാം. സതീഷ്, ആ 70-ൽ നീയും ഉണ്ട്. സാർ, ഐ ആം സോറി സതീഷ്. എടോ, ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? സതീഷ്, മൈൻഡ് യുവർ വേർഡ്സ്. സോറി സാർ. കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ. ഈ ജോലി ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വാങ്ങിയെന്ന്. ഈ ജോലി കൊണ്ട് എൻ്റെ കുടുംബം കഴിയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സൂപ്പർ ബോസ് പറയുന്നത് ഞാൻ ചെയ്യുന്നു. ഐ ആം സോറി. ഈശ്വര, താഴേക്ക് ചാടുമ്പോ കയ്യിലോ കാലിലോ തലയിലോ ഒരു പരിക്കും പറ്റല്ലേ. വീണ ഉടനെ തന്നെ മരിച്ചേക്കണം. എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്തിന് എവിടെയെങ്കിലും പോയി വല്ല ഇഞ്ചി വിറ്റാ മതിയായിരുന്നു. എങ്കിൽ ഇതിനേക്കാളും കാശ് ഉണ്ടാക്കായിരുന്നു. അവസാനം എന്റെ ഗതി ഇങ്ങനായി പോയല്ലോ. എന്നെ രക്ഷിക്കരുതേ, എന്നെ അങ്ങ് കൊന്നേക്കണേ. അവൻ തന്നെ തൂങ്ങി കിടക്കുന്ന. സതീഷേ, നീ എന്തിനാ ഇത് തൂങ്ങിയേ? വലിക്കടാ. വലി. പിടിച്ചോ. സംഭവം തരടാ. നിനക്കെന്താ വട്ടാണോ? മുഖം മൂടിക്കൊണ്ടാണോ ചാവാൻ പോകുന്നത്? നിനക്കെന്താ വട്ട? എന്താണ് നിന്റെ പ്രശ്നം? എനിക്കെല്ലാം പ്രശ്നം തന്നെയാ. നീ ചത്ത എല്ലാ പ്രശ്നവും തരുമോ? നീ എന്നെ ഉപദേശിക്കാൻ പോവാന്നോ? അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. എടാ, അതൊക്കെ പോട്ടെ, എന്റെ കഴുത്തിലെ തുണി കുരുക്കിയതാരാ? അത് പിന്നെ അളിയ, ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി തുണി എടുത്തെറിഞ്ഞതാ. ഇംഗ്ലീഷ് പടത്തെ കണ്ട പോലെ ഇടുപ്പി വന്ന് തുണി മുറുകുമെന്ന് വിചാരിച്ചു. അതറിയാതെ മിസ്സായി. അല്പം കഴിഞ്ഞെങ്കിൽ ജീവൻ തന്നെ മിസ്സാവുമായിരുന്നു. എന്തിനാടാ എന്നെ രക്ഷിച്ചേ? എടാ, ഇവൻ ഇങ്ങനെ വിടുകയാണെങ്കിൽ വലിയ പ്രശ്നമാവും. ഇവനൊരു ഫുള്ള് കൊടുത്ത് പാമ്പാക്കി കിടത്തണം. ഇല്ലെങ്കിൽ രാത്രി ഇവന്റെ പണിയെങ്കിൽ തരും. വെള്ളം വാങ്ങിച്ചാ. ജോലി കിട്ടിയപ്പോ വെള്ളം വാങ്ങി തരാൻ പറഞ്ഞു. ഓക്കെ, ഇനി ജോലി പോയാലും ഞാൻ വെള്ളം വാങ്ങി തരാം. വെള്ളം വാങ്ങിച്ചു തന്നെ. സതിക്കേ, നിനക്ക് സുഖമാണോടാ? എനിക്ക് പരമസുഖമല്ലേ. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ച് നോക്കിയടാ. പണം മാത്രം എങ്ങും കിട്ടിയില്ല.
ഇനി ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുന്ന വേസ്റ്റാടാ. നീ അങ്ങനെയൊന്നും മനസ്സിൽ ഉറപ്പിക്കരുത്. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. പോടാ. എന്താണ് ഒരു ബിയർ ഫാക്ടറിയുടെ മേലെ വെക്കുന്ന വിശ്വാസം പോലും ഒരു രാജ്യത്തിന് ചോറ് കൊടുക്കുന്ന കർഷകന്റെ മേലില്ല. സാധിക്കേ, നമുക്ക് വേറെ വഴി നോക്കാടാ. നിന്നെ കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ മരിച്ച സർക്കാർ തരുന്ന പൈസ വാങ്ങി എന്റെ വീട്ടിൽ കൊടുത്തേക്കടാ. സാധിക്കേ, നമ്മൾ എന്തിനു ചാവണം? നമ്മൾ എന്തിനു ജീവിക്കണം? അളിയ, നിങ്ങൾ രണ്ടുപേരും ചത്തുപോയി ഞാൻ എങ്ങനെ ജീവിക്കും? എന്താടാ ഇനി നിനക്ക് വേണോ? മൂക്കുമുട്ട കൂടി. താങ്ക്സ് ഡാ. ഡാ, പ്രശ്നങ്ങൾ കണ്ട് മരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഒന്നാമത് ജോലിയും കൂലിയും ഒന്നുമില്ല, കയ്യിലാണെങ്കിൽ കാശുമില്ല. എഡ്യൂക്കേഷൻ ലോണിന്റെ കടമാണെങ്കിൽ ഒരു വശത്ത്, ഇതിനിടയ്ക്ക് പെങ്ങളുടെ കല്യാണത്തിന് കാശ് വേണം. ജീവിതം തന്നെ മടുത്തു പോയാ. പൊരിച്ച കോഴി പറയടാ. ആ ചെരുപ്പിങ്ങെടുത്ത് ചാവാൻ പോകുന്നിട്ട് ചോദിക്കും അവന്റെ പൊരിച്ച കോഴി. ശരി തന്നെയാളിയാ, എനിക്ക് ബസ്, മെഡിക്കൽ ഷോപ്പ്, ക്ലിനിക് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മടുത്തു. ഈ പോക്ക് പോവാണെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. ഇന്നെന്താ സംഭവിച്ചെന്നറിയോ നിനക്ക്? എന്റെ അമ്മോ, തുടങ്ങി. ഡാ, എന്താന്നൊന്ന് കേക്കടാ. കേട്ടില്ലെങ്കിൽ നീ വെറുതെ വിടില്ലല്ലോ, പറഞ്ഞു തൊലക്ക്. ഇന്നാണെങ്കിൽ ക്ലിനിക്കില് ഇതിവിടെ നോക്കാൻ പറ്റില്ല. നിങ്ങൾ വലിയ ആശുപത്രി കൊണ്ടുപോകും. എന്താ സംഭവിച്ചത്? തന്നെത്താൻ കത്തിച്ചതാ. എന്തിനാ ചെയ്തേ? കടം കാരണം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതാ. കൃഷി നിർത്തി വേറെന്തെങ്കിലും പറഞ്ഞല്ലേ. ഡോക്ടറിന്റെ വേഷമായിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന ഓർക്കുമ്പോ എനിക്കിതിനെ വല്ലാതെ ലജ്ജ തോന്നുക. ഇന്ന് ആദ്യത്തെ പെഗിലെ ഫിറ്റ് ആണല്ലോ. നീ പറഞ്ഞ ശരിയാ. ഇപ്പോഴെങ്കിലും നീ നന്നായല്ലോ. എടാ, ചാവാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുമ്പോ ജീവിക്കാനായിട്ട് എന്തുമാത്രം റിസ്ക് എടുക്കണം? എന്തായാലും ഞാനൊന്നും തീരുമാനിച്ചു. നീ എന്ത് തീരുമാനിക്കാനാ? ഞാൻ തീരുമാനിച്ചോളാം. ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി, നാളെയോ ഞാൻ എന്നെ ജീവിക്കൊന്നുമില്ല, ഞാൻ മരിക്കാൻ പോവാ. എടാ, എന്തിനാ ചാവുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്? ജീവിക്കാനായിട്ട് ആലോചിക്കേ. നിനക്കാണെങ്കിൽ പണി പോയി, അവനാണെങ്കിൽ അഭിനയിക്കണം, എനിക്ക് കാശുണ്ടാക്കണം. എങ്ങനെയൊക്കെ നോക്കിയാലും 3 പേരുടെയും പ്രശ്നം ഒന്ന് തന്നെയാ, കാശ്. ആ കാശ് ഉണ്ടാക്കാനായിട്ട് എന്റെ അടുത്തൊരു വലിയ പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ അളിയാ? നമ്മൾ എന്തുകൊണ്ട് കൊള്ളയടിച്ചൂടാ? സബാഷ്, താങ്ക് യു. നല്ല പ്ലാൻ. നമുക്ക് വേണമെങ്കിലേ വീട് വെള്ളയടിക്കാം, കൊള്ളയടിക്കാനൊന്നും പറ്റത്തില്ല. കൊള്ളയടിക്കാനായിട്ട് എന്തെങ്കിലും ഐഡിയ പറയടാ. ചാവാനാണെങ്കിൽ ഐഡിയ പറഞ്ഞുതരാം, കൊള്ളയടിക്കാനുള്ള ഐഡിയ നീ പറഞ്ഞാൽ മതി. നമ്മുടെ ഏരിയയിലെ ഒരു വലിയ വ്യവസായിയുടെ വീടുണ്ട്, അവിടെ കയറി കൈവയ്ക്കുകയാണെങ്കിൽ വലിയൊരു സംഖ്യ കിട്ടും. അളിയാ, എനിക്ക് കുറഞ്ഞ ഒരു 3 കോടിയെങ്കിലും വേണോടാ. അപ്പൊ പ്രിന്റും പബ്ലിസിറ്റിയോ? അപ്പൊ 5 കോടി വേണോടാ. ഓ, നിനക്ക് എത്രയാന്നുള്ളതാ പ്രശ്നം. കൊള്ളയടിക്കാൻ നീ റെഡിയല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. അളിയ, പൊരിച്ച കോഴി പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഒരാഴ്ച കഴിയുമ്പോ പോലീസുകാർ പൊക്കും, പിന്നെ തെളിവില്ലാത്ത എല്ലാ കേസും നമ്മുടെ തലയിലാക്കും. ഓർഡർ എടുക്കാൻ വന്നാ വാ ബ്രോ. താഴത്തെ ഫ്ലാറ്റിൽ വന്ന് ഒരാഴ്ചയാന്ന് തോന്നുന്നു. എന്താ സംസാരിക്കാതെ? എന്തുകൊണ്ട് സംസാരിച്ചില്ല? എന്താ സംസാരിക്കാതെ? നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന അയാൾ അങ്ങനെ സംസാരിക്കും. അയാളെ സംസാരിക്കാൻ വിട്. ടീമിൽ എന്നെ കൂടെ ചേർക്കോ? പിന്നെ ഞങ്ങൾ IPL ടീമല്ലേ ഇട്ടിരിക്കുന്നേ, ചേരാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇവൻ ഏജ് ബാറായ സാധനമാണ്, ഇവനെ നമുക്ക് വേണ്ട. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. ഞാനും നിങ്ങളെ കൂടെ കൊള്ളയടിക്കാൻ വരാം. കണ്ടോ, ഒളിച്ചു നിന്നെല്ലാം കേൾക്കായിരുന്നു. ഇവൻ ആള് ഡേഞ്ചറാ, വേണ്ട. മിണ്ടായിരിക്കടാ. നമ്മൾ അടിക്കാൻ പോകുന്ന കൊള്ളയിൽ നമ്മുടെ തലമുറ തന്നെ സെറ്റിൽ ആവണം. എന്നാ നമ്മൾ ബാങ്കിൽ തന്നെ പോയി കൊള്ളയടിക്കണം. ബാങ്കിലോ? അടിപൊളി പ്ലാൻ തന്നെയാ. ബാങ്കിൽ കൈവയ്ക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് കാശുണ്ടോ, അടിപൊളിയായിട്ട് സെറ്റിൽ ആവുകയും ചെയ്യാം. ഇതിനാണ് സീനിയേഴ്സ് വേണമെന്ന് പറയുന്നത്. എടാ, സീനിയർ എന്ന് പറഞ്ഞ ഒഴിച്ച് ഒന്നും മിണ്ടായിരിക്കടാ. ഏതെങ്കിലും ആളൊഴിഞ്ഞ് വീട്ടിൽ പോയി കൊള്ളയടിക്കാനാണെങ്കിൽ ഓക്കെ. ബാങ്ക് ആണെങ്കിൽ CCTV ക്യാമറ, സെക്യൂരിറ്റീസ്, 10-30 സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട്. നമുക്ക് ഞായറാഴ്ച പോടാ. ഈ അക്യൂസിനെയും പിന്നെ ഈ മണ്ടനെയും കൊണ്ട് നീ കൊള്ളയടിക്കാൻ പോവാണെങ്കിൽ നീ ഉറപ്പായിട്ട് കൊടുക്കും. വലിയ ലെവലിൽ സെറ്റിൽ ആവണമെങ്കിൽ ബാങ്കിൽ തന്നെ കൈവയ്ക്കണം. ഞാൻ പറയുന്നത് സമ്മതിക്കുന്നവരൊക്കെ കൈപൊക്കെ നോക്കട്ടെ. ഞാൻ 2 പൊക്കി, നീ പൊക്ക്. എടോ, ഐഡിയ പറഞ്ഞ താനല്ലേ, പിന്നെ എന്താ സ്ലോ മോഷനിൽ പൊക്കുന്നേ? പൊക്കടോ. സൂപ്പർ. ഞാൻ മാത്രം മരിക്കാന്നാ വിചാരിച്ച. ഇപ്പൊ എല്ലാരും കൂടെ ചേർന്ന് മരിക്കാൻ പോവാ. എന്തെങ്കിലും ഒന്ന് അടങ്ങടാ. നാളെ ബാങ്കിൽ വന്നേക്കാം, റൂമിൽ വന്നേക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. നാളെ എല്ലാരും പ്ലാൻ പ്രകാരം ടെറസിലേക്ക് വന്നേക്കണം. ഇവിടെ വാള് വെക്കുന്നത് കാശ് ഒരുപാട് കൊടുക്കേണ്ടി വരും. എഴുന്നേക്ക്. ഹലോ. എടാ, ഫോൺ അടിക്കുന്നു, എടുക്കടാ. സോറിടാ, കോളിംഗ് ബെല്ല. എന്താ, കാപ്പിപ്പൊടിയോ പഞ്ചസാരയോ എല്ലാം വേണോ? രാത്രി കണ്ടപ്പോ എന്നോട് രാവിലെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ആണുങ്ങളോട് ഞങ്ങൾ വരാൻ പറയാറില്ലല്ലോ. ശരി, അകത്തേക്ക് വാ. ബാബാ, വന്ന് ഇവിടെ ഒന്ന് കിടക്ക. അയാളുടെ ബോന്ത് കണ്ടിട്ട് നിനക്ക് എന്താ വാള് വെക്കുന്ന പോലെയാണോ തോന്നുന്നത്? എന്താടാ കാര്യം?
ഇന്നലെ ബാറിൽ വെച്ച് സംസാരിച്ചതൊക്കെ മറന്നോ നിങ്ങൾ? അയ്യേ, അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും? പറഞ്ഞത് ഞാൻ തന്നെയല്ലേ. 2 പൈന്റ്, 1 ക്വാർട്ടർ, 2 ചിപ്സ് പാക്കറ്റ്, പിന്നെ ഓംപ്ലേറ്റ്, പൊരിച്ച കോഴി. കണ്ടില്ലേ അവന്റെ ഓർമ്മ? ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ അടിച്ച സാധനം മുഴുവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടില്ലേ? ഒരുമാതിരി സംസാരിക്കല്ലേ. ഇന്നലെ ബാറിൽ വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ ബാങ്കിൽ പോയി കൊള്ളയടിക്കാന്ന് പറഞ്ഞില്ലേ? എന്തോന്ന് കൊള്ളയടിക്കാനോ? ഡോ, ഇന്നലെ വലിച്ചേറ്റന്റെ പിരിയൊന്നും ഇതുവരെ തീർന്നില്ലേ? ഞങ്ങളെ വന്ന് കൊള്ളയടിക്കാൻ വിളിക്കുക. മര്യാദയ്ക്ക് പുറത്തു വയ്ക്കോ, അല്ലെങ്കിൽ മങ്കിയെ വിട്ട് ഞാൻ കടുപ്പിക്കും. ഞങ്ങൾ വളരെ ഡീസന്റ് ഫാമിലിയാ. മോഷണം ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഇന്നലെ സംസാരിച്ചോണ്ടിരുന്നപ്പോ നിങ്ങൾ രാവിലെ വന്ന് ഒരുമാതിരി കാണാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഒരക്ഷരം മിണ്ടരുത്, വളരെ കീറിക്കള ഞാൻ. പോകാൻ പുറത്തേക്ക് പോടാ. സാർ ഒന്ന് പോകൂ സാർ. ആരവൻ പെട്ടെന്നൊന്ന് കൊള്ളനൊക്കെ പറയണല്ലോ. അതെ, ഇന്നലെ സാധനത്തിലെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുടിച്ചിട്ടുണ്ടാവും. നമ്മളും ഇനി വെള്ളം ഒഴിച്ച് കുടിക്കാൻ പാടില്ല. സത്യം ചെയ്യടാ. സത്യം. പ്രോമിസ്. അയ്യോ, രാവിലെ വന്ന് മനുഷ്യനെ വടിയാക്കിക്കൊണ്ടിരിക്കുക. അവനെ ഇന്ന് ഞാൻ ഇടാം. അളിയാ, ജോൺസിയാ ഒരെണ്ണം കൊടുക്കാൻ പാടില്ലായിരുന്നു. അടിക്കും. രാത്രി എത്ര പ്രാവശ്യം ഫോൺ ചെയ്താന്നറിയോ? നീ എടുത്തില്ല. നീ ഫോൺ എടുക്കാത്തോണ്ട് ഞാൻ പേടിച്ചു പോയി. എന്താ ബ്രേക്കപ്പ് ചെയ്തു വിചാരിച്ചോ? പോടാ. ആ വട്ടന് ജോലി പോയെന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോയതാ. അങ്ങ് വിട്ടേക്കായിരുന്നില്ലേ? ഇവനൊക്കെ ജീവനോടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നെ കഷ്ണങ്ങളായി നുറുക്കിയാലും ഞാൻ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. ഹേയ്, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്താ എടി, നീ കാര്യം എന്താ വെച്ചാ പറ. എന്താടി രാവിലെ തന്നെ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? നീ വാ, ഞാൻ പറയാം. എന്താ കാര്യം വെച്ചാ പറ. വീട്ടുകാരെ കല്യാണത്തിന് ഏർപ്പാട് ചെയ്തോണ്ടിരിക്കാം. എനിക്ക് എന്താ ചെയ്യണമെന്ന് ഒരു എത്തും പിടിയുമില്ല. അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ നോക്ക്. നിനക്ക് വേണ്ടി ഞാൻ എത്ര കാലം വേണ്ടി കാത്തിരിക്കും. പക്ഷെ വീട്ടുകാരെ പ്രശ്നം ഉണ്ടാക്കുക. ശരി, ഇരിക്കെ. ഓക്കെ, എന്നെ കൊണ്ട് കഴിയുന്നത് വരെ ഞാൻ പിടിച്ചു നിൽക്കും. കഴിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നേക്കും. എന്തായാലും ഇത്രയും ദിവസം ക്ഷമിച്ചല്ലേ, ഒരല്പ ദിവസം കൂടെ ക്ഷമിക്കാം. നിന്റെ ഫ്രണ്ട് അല്ലേ? നിന്നെ പോലെ തന്നെ ഉണ്ടാവും. ശരി, ഉമ്മ ഞാൻ പല്ല് വെച്ചതാ. നിക്കടേ, പറയുന്നൊന്ന് കേക്ക്. എന്താടാ പറ്റിയേ? എന്താ ഇരിക്കണോ? ഇരിക്കാം. എന്താടാ പറയ്. ഫീലിംഗാ? നിന്നെ കിങ് കോങ് പടം കാണിച്ച് തെറ്റായി പോയി. നീ സാധാരണ ഒരു ചിമ്പാൻസിയാ, മനസ്സിലായോ? കിങ് കോങ്ങിനെ പോലെ ലവ് ചെയ്യാൻ നോക്കല്ലേ. അവള് നിന്റെ പടത്തിലെ ഹീറോയിനൊന്നും അല്ല. എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ലെന്ന് വെച്ചാൽ നിന്നെ എന്താ ചെയ്യാ? എന്റെ പണി തീർന്നേ. റേഞ്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് ടെറസിലേക്ക് വന്നതാ. പറയേ. പെങ്ങളെ കല്യാണത്തിന് കാശ് വേണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് അല്പം ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ടോ? എന്റെ കല്യാണമേ കഴിഞ്ഞില്ല, അത് നടക്കാൻ. നമ്മളെന്തിന് ചാകണം? നമ്മളെന്തിന് ജീവിക്കണം? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രശ്നമൊക്കെ തീർന്നോക്കി കൊള്ളയടിക്കാതെ വേറെ വഴിയില്ല. എന്താ പറയാ? പൊരിച്ചു വഴി പറയടാ. കാര്യം എടാ, നമ്മുടെ ബായ് കണ്ടില്ലേ? എന്താ ചോദിക്കാം. ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. എന്താ ബ്രദർ, ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് വന്നതേ ഇല്ല? അതെ, ഇന്നലെ വരാന്ന് പറഞ്ഞിട്ടില്ല. വേണ്ട, പറഞ്ഞേക്കാം. നിങ്ങളോട് ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാ. പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അവിടെ നിന്ന് പോകുന്നതാ നല്ലത്. നിങ്ങളുടെ ഈ മോന്ത കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ വല്ലാതെ ദേഷ്യത്തിലാണെന്ന്. അതൊക്കെ വിട്ടേക്ക്. അല്ല, ഇതെന്താ ഗുളിക? കണ്ടോടാ, കഴിച്ചിട്ട് ഗുളിക കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വെള്ളം അടിച്ചിട്ട് ഗുളിക കഴിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നാലും എന്റെ ബ്രോ എല്ലാം പ്ലാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഗൊറിയിലെ പോലെ ബാങ്കിനകത്ത് കയറുന്നു, പണം അടിക്കുന്നു, എല്ലാരും സെറ്റിൽ ആകുന്നു. ഓക്കെ, എന്നാളെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? അടിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സ്ത്രീകളും കുട്ടികളും തൊട്ടുപോകരുത്. അയ്യോ, നീ ഇത്ര പെട്ടെന്ന് എത്ര നല്ലവനായി പോടാ. ഹീറോ അങ്ങനെയാ. നാളെ കൃത്യസമയത്ത് വന്നേക്കണം. നമ്മൾ ബാങ്കിൽ പോകുന്നു, കൊള്ളയടിക്കുന്നു. മറക്കാതെ പറഞ്ഞ ബ്രദർ. സതീശെ പോയി കഥ ഓർക്കടാ. എന്റെ ഒരു കാര്യം, ആരാടാ ഈ രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഹലോ, ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നതാണോ? നിങ്ങളല്ലേ വരാൻ പറഞ്ഞേ? ഞാൻ വരാൻ പറഞ്ഞത് എന്നോടല്ലേ, വേറൊരു പെണ്ണിനോടല്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, ചൂലൊക്കെ ഇവിടെ കൊണ്ടുവന്നില്ലേ? എന്റെ ബ്രദർ, ഞങ്ങൾ ഇന്നലെ രാവിലെ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ സെലിബ്രേറ്റ്? ഞാൻ വെറുതെ സംസാരിക്കാൻ വന്നതല്ല. നിങ്ങളുടെ പ്ലാൻ പ്രകാരം നമ്മൾ കൊള്ളയടിക്കുന്നു. ഇവൻ ആരാണ് രാവിലെ വന്ന് ഇങ്ങനെ സെലിബ്രേറ്റിക്കൊണ്ടിരിക്കുന്നത്? ഒരുമാതിരി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ പുറത്തു പോകുന്നു അതോ ഞങ്ങള് പോലീസിനെ വിളിക്കണോ? നീ ഒന്ന് പറഞ്ഞേക്ക്. പറഞ്ഞു കേട്ടില്ലേ? പോ.
എടാ ഈ വീഡിയോയിൽ കാണാൻ എന്നെ എന്ത് രസോടാ. ഞങ്ങൾ വെറുതെ വെള്ളം അടിച്ചിട്ട് സംസാരിച്ചു കാണും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നയൻതാരെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? സാർ അത് പിന്നെ ഞങ്ങൾ കുടിച്ചിട്ട് എന്തോ കോമഡി ചെയ്തത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. ഇയാളോടൊന്ന് പോകാൻ പറ. പോകൂ സാർ, ഒന്ന് പോയി തരൂ. ടെൻഷനായല്ലോ. നിങ്ങളിട്ട പ്ലാൻ പ്രകാരം ഞാൻ കൊള്ളയടിക്കാൻ പോവാ. ഞാൻ പിടിക്കപ്പെട്ട നിങ്ങളും പിടിക്കപ്പെടും. ഞാൻ പിടിക്കപ്പെട്ടില്ലെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുത്ത് ഞാൻ രക്ഷപ്പെടും. എന്നോടൊപ്പം വരുന്നതാ നിങ്ങൾക്ക് നല്ലതാ. വന്നില്ലെങ്കിൽ ഒരുപാട് നഷ്ടം നിങ്ങൾക്കാ. അല്ല സാറേ, സാറെന്തിനാ ഇങ്ങനെ വെറുതെ സീരിയസ് ആവുന്നേ? ഞങ്ങൾ വെള്ളം അടിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു വെച്ച്. ശരിയല്ലേ, ഞാൻ എന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോടാ. സാർ ഈ സ്കൂൾ അവധിക്ക് സിറ്റി കാണാൻ വേണ്ടി വന്നാണ് സാർ. നാട്ടിൽ മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നു. ഞാൻ പോവാ സാർ. മുത്തശ്ശി പാവോ സാർ? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടാ? ഞാനോ? അളിയന്റെ അഭിനയം കൊള്ളാന്ന് പറയാ. ഒന്നും മിണ്ടായിരിക്കും. ഞാൻ രാത്രി വരും. വരുമ്പോ നല്ലൊരു തീരുമാനം പറയണം. ഹലോ, പിന്നെ ആ വീഡിയോ എങ്ങനെ തന്നിട്ട് പോയിരുന്നെങ്കിൽ. വീഡിയോ ഞാനത് വാട്സപ്പിൽ അയക്കാം. ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യാ? അളിയ, എന്താണ് ഇവൻ മദ്യം വേണ്ടെന്ന് പറയുന്നത്? സമയമൊക്കെ നോക്കോടാ. അളിയ, നമ്മളെ കൊള്ളയടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ എപ്പോഴാ കൊള്ളയടിക്കാൻ പോകുന്നത്? അളിയ, അവനോടൊപ്പം ബാങ്കിൽ പണം ഇടാൻ പോയാൽ തന്നെ പിടിക്കും. കൊള്ളയടിക്കാനാണെങ്കിൽ തീർന്നു തന്നെ. റിസ്ക് ആണ് പറഞ്ഞേക്കാം. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെ അന്വേഷിച്ച് വരുന്ന ജീവിതം നമ്മൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തൂടാ? പഞ്ച് ഡയലോഗ് പറയേണ്ട സമയമാണോ ഇത്? ബാങ്കുകളിലെ സാധാരണ കാര്യമൊന്നുമല്ല. പിടിച്ചു കഴിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കളി തോക്കൂന്ന് പറഞ്ഞ് കളിക്കാൻ പാടില്ല. തോൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് കളിക്കണം. എടാ, ഇത് ആംഗ്രി ബേർഡ് ഗെയിം ആണെ കുഴപ്പമില്ല. ബ്ലൂ വെയിൽ ഗെയിം മരണം ഉറപ്പാ. നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അകത്തേക്ക് വരാമോ? ഇവൻ വരികയാണെങ്കിലേ ജീവിതം തന്നെ പോക്കാം. അത് ശരിയാ. ഇവന്റെ മോന്ത കണ്ടിട്ട് തന്നെ എനിക്ക്. നിങ്ങളെന്താ തീരുമാനിച്ചത്? എന്താ അതറിയാതെ താൻ കുടിക്കില്ലേ? നമ്മൾ എപ്പോഴാ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നത്? എടാ, ഇവന്റെ കൂടെ കൊള്ളയടിക്കാൻ പോയ പോലീസ് ഒന്നും വേണ്ട, സെക്യൂരിറ്റി തന്നെ നമ്മളെ പിടിക്കും. എന്തുമാത്രം ബാങ്ക് റോബറി പടവും നമ്മുടെ കയ്യിലുള്ളത്. അതിൽ വരുന്ന ഐഡിയാസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ചെയ്യണം. ഇതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണോ? അന്യായം എന്ന് പറഞ്ഞ് നോക്കി നിന്നാ നമുക്കിവിടെ ന്യായമായിട്ട് പോലും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ട എല്ലാ പടത്തിലും ഒരു ഒറ്റൊരുമയുണ്ട്. എന്താണെന്നറിയോ? അതെ അളിയ, എല്ലാ പടത്തിലും ഹീറോയിൻസ് അടിപൊളി അളിയ. എടാ, അവരെല്ലാരും കൊള്ളയടിക്കാനായിട്ട് ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഒരു ഗൺ വേണം. അത് ഞാൻ ഏർപ്പാടാക്കാം. അറിയാം, അതൊക്കെ നീ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നു. 25,000 രൂപ കൊടുത്ത ഗൺ നമുക്ക് കിട്ടും. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള മുഴുവൻ കാശ് എടുത്താൽ പോലും ഇപ്പോ ഒരു ഗൺ മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ. ആ പണം എനിക്ക് തന്നേക്കാം. എന്തിന്? ആ കാശും കൊണ്ട് സ്ഥലം വിടാനോ? അളിയ, ഇവന്റെ പ്ലാൻ ബാങ്ക് കൊള്ളയടിക്കല്ല, നമ്മളെ കൊള്ളയടിക്കാനാ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ വാ. അത് വേണ്ട, എനിക്ക് തലവേദനയാ. എങ്കിൽ പൊറോട്ട കഴിക്കും. ബാക്കി കാശിന് ഇപ്പൊ എന്ത് ചെയ്യും? അത് പറ. അത് ശരിയാണല്ലോ. എടാ, എന്നെ നോക്കണ്ട, എന്റെ കയ്യിൽ നയ പൈസ ഇല്ല. കാർഡ് നമ്പർ 2656. എടാ, ഇതൊക്കെ എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നത്? ഇതൊക്കെ നിന്റെ പണിയായിരുന്നല്ലേ? നന്ദിയില്ലാത്ത കൊരങ്ങെ. ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലേ അവൻ. നമസ്കാരം. ഇതാണോ കട തുറക്കുന്ന സമയം? സാറേ, പ്ലീസ് ഹെൽപ്പ് മീ. ഓ, ഇവന്റെ തല 3 ദിവസമെങ്കിലും കുത്തിയിരുന്ന് വെട്ടണം. സിറ്റ് ഡൗൺ. സാറേ, ഞാനേ കട ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. സാറേ, ഈ പേപ്പറിലെ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വായിച്ചോണ്ടിരിക്കും. ഞാൻ പോയി വിളക്കെത്തിച്ചിട്ട് വരാം. പെട്ടെന്ന് വരാം. സാർ ഒരു നല്ല മനുഷ്യൻ തന്നെയാ. എന്റെ പൊന്നപ്പനെ, കൃഷിക്കാരിട്ട വിത്തെല്ലാം മുളയ്ക്കുന്നോ ഇല്ലയോ, നാട്ടുകാരുടെ തലയിലെ മുടി മാത്രം നന്നായിട്ട് വളരണം. സാർ വരണം സാർ. സാറേ, കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ സാറേ? കട്ടിംഗ് തന്നെ. പക്ഷെ ഈ കട്ടിംഗ് അല്ല, ഒരു പൈന്റിന്റെ കട്ടിംഗ്. കട തുറക്കാൻ എങ്ങനെയാണ് 10 മണിയാവും പറഞ്ഞു. അത് തുറക്കുന്നവരെ എനിക്ക് സമയം പോണ്ടേ. അതുകൊണ്ട് ഫാനിന്റെ കാറ്റും കൊണ്ട് സമയം പൊക്കിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. പെട്ടെന്ന് ടി വി ഇട്. അപ്പോ സാർ കട്ടിംഗ് ചെയ്യാൻ വേണ്ടി വന്നതല്ല? ഓഫ് കോഴ്സ്. കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നാണല്ലേ? ഇനി എങ്ങാനും എന്റെ കടയുടെ മുന്നിൽ കണ്ട നിന്റെ എല്ലാം ഞാൻ കട്ട് ചെയ്യും. ഹലോ മുതലാളി, എന്താ പെട്ടെന്നൊരു ഫോണ്? അതേടാ, നിന്റെ കടയിൽ കട്ടിയ മോഹൻലാൽ വരുന്നു പറഞ്ഞു. അതുകൊണ്ട് ഫോൺ ചെയ്തതാ. തെണ്ടി,
നീ വാടക തന്നിട്ട് 6 മാസമായി. എപ്പോഴാണ് വാടക തരാൻ പോകുന്നത്? ദേ നോക്ക്, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് തന്നെ നീ കട ഒഴിഞ്ഞു പോക്കണം, മനസ്സിലായല്ലോ? നാളെ മുതലേ അവിടെ സൂപ്പ് കട വരാൻ പോവുക. ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞു. മുതലാളി 2 ദിവസം കട്ട് ചെയ്ത് കളഞ്ഞല്ലോ തെണ്ടി. മൈ ഡിയർ ഡാഡി. എന്റെ അച്ഛാ വല്ലാത്ത ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഹാപ്പിയോ? നീ അങ്ങനെ സംസാരിക്കൂ. ഈ കടയുടെ മുതലാളി ഫോൺ വിളിച്ചു, ഇവിടെ സൂപ്പ് കട വരാൻ പോകുന്നെന്ന്. അതെയോ? അയ്യോ എന്റെ അമ്മേ, എനിക്ക് സൂപ്പ് വെക്കാൻ അറിയില്ലല്ലോ. നിനക്ക് കട്ടിങ് പോലും അറിയില്ലല്ലോ. എടാ മോനെ, നമ്മൾ കടയ്ക്ക് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ സൂപ്പ് കട വരാൻ പോകുന്നെന്ന്. ഇന്ന് എന്നെ നമ്മളെ ഒഴിയാൻ പറഞ്ഞിരിക്കുക. വാട്ട് എ കോയിൻസിഡൻസ്. നമ്മുടെ ഹൗസ് ഓണറേ വീട്ടു വാടക കൊടുത്തില്ലെന്ന് പറഞ്ഞ് വീട് ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഇൻസൽ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക. കം ഹിയർ. അടുത്തുള്ള ബാങ്ക് നമ്മൾ കൊള്ളയടിക്കാൻ പോകുന്നു. അടിപൊളി അച്ഛാ. അതാണോ നിന്റെ അച്ഛനുള്ള പാര ഉടനെ നീ റെഡിയാക്കിക്കോ. ഇതെനിക്ക് വേണം. ഇതെനിക്ക് വേണം. വേണ്ട, ഇതെനിക്ക് വേണം. നീ എന്താണ് കൊച്ചുകുട്ടികളെ വിടുന്നില്ല. എടുത്തോ. ഇതെനിക്കാ. ഗണ്ണുണ്ട്, പക്ഷേ ബുള്ളറ്റ് എവിടെ? ബുള്ളറ്റോ? ഇത് ഷൂട്ടിങ്ങിന് പോകുന്ന ഗണ്ണ. ഷൂട്ട് ചെയ്യാനാ ഗണ്ണ്. അതുകൊണ്ടാ ബുള്ളറ്റ് എവിടെ ചോദിച്ചത്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ്. സിനിമ ഷൂട്ടിംഗ് ഹീറോ? സിനിമയിൽ ഫൈറ്ററായിട്ട് ജോലി ചെയ്യാം. അവന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാ. അപ്പൊ ഇത് ഡമ്മി ഗണ്ണാണോ? ഇതിനു വേണ്ടിയാണോ 25,000 രൂപ കൊടുത്തത്? ഇവന്റെ പ്ലാൻ ബാങ്ക് കൊള്ളടിക്കല്ല, നമ്മളെ കൊള്ളടിക്കാനാ. അതെ, നിങ്ങൾ തന്ന പൈസക്ക് ഒരു ഒറിജിനൽ ഗണ്ണ് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോ ഏതാ ഒറിജിനൽ ഗണ്ണ്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത ഇതാണ് ഒറിജിനൽ ഗണ്ണ. ഈ ഗണ്ണ് വെച്ച് എങ്ങനെ കൊള്ളയടിക്കാൻ പറ്റും? അതുകൊണ്ട് അവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണാണ് നമുക്ക് മാത്രമല്ലേ അറിയോ, കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഒന്നും ശരിയാവത്തില്ല. ആ ചെറിയ ഗണ്ണിതാ. അതെ, വെറുതെ വെടിവെക്കാൻ നമ്മളെന്താ പോലീസാണോ? നമ്മുടെ പണി ബാങ്ക് കൊള്ളയടിക്കുന്നത് മാത്രമാ. ശരി അളിയ, കൊള്ളയടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് റിഹേഴ്സൽ നോക്കിയാലോ? സൂപ്പർ ഐഡിയ. ഇതൊക്കെ ഓവറാടാ. എടാ, ആ ടൗണിൽ അപ്പുറത്തിലെ ബാങ്കിലേക്ക് പോകുന്ന വണ്ടി പൊക്കില്ലേ, അതേപോലെ ATM-ലേക്ക് കാശും കൊണ്ട് പോകുന്ന വണ്ടിയെ നമ്മൾ പൊക്കുന്നു. എന്റെ പെർഫോമൻസ് നീ കണ്ടോ? ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ഒന്നുകൂടി കാണിച്ചേ. നമുക്ക് ഇവനെ കൊണ്ടുപോകണ്ട. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ സിറ്റി ചെയ്യണമെങ്കിൽ റിസ്ക് തീർച്ചയായും കൊടുക്കും. അതുകൊണ്ട് ഔട്ടറിൽ ATM വണ്ടിയെ നിർത്തുന്നു, പണം അടിക്കുന്നു. ഇത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മെ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ ഒരു മാസ്ക. ഇതൊരു ഗൊറില്ല അറ്റാക്കാ. സോ ഇവിടെ എങ്ങും ഒരു തെണ്ടിയെ പോലും കാണാൻ കിട്ടുന്നില്ല. നീ ആ ഗ്ലാസ് ഇറക്കാൻ നോക്ക്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതാ. ഈ വഴി തന്നെ പണം കൊണ്ടുപോകുന്നത്. എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എടാ കാനേ, എന്തെങ്കിലും വരുന്നുണ്ടാ? എടാ, കാൻ സിഗ്നൽ തന്നിരിക്കാ. എടാ കിട്ടോ? പണം എവിടാ? സർ, ATM-ൽ പണം ലോഡ് ചെയ്തിട്ട് വെറും വണ്ടിയിൽ തിരിച്ചു പോവുകയാണ്. നീ എന്തിനാ മാസ്ക് എടുത്തേ? നീ എന്തിനാ എടുത്തേ? പണം ഇല്ലല്ലോ. ഞാൻ മൂക്കൂറിയാൻ വേണ്ടി എടുത്തത്. പണം ഇല്ലേ? അല്ല ചേട്ടാ, ഒരു 50 രൂപ തരുമോ? ചായ കുടിക്കാൻ. ഇവന്റെ ഒരു കാര്യം, എടാ നമ്മൾ ഭിക്ഷ എടുക്കാനോ വന്നേ? ഇവനെയൊക്കെ വച്ചോണ്ട് അയ്യോ അയ്യോ, ഇയാളെന്താ നമ്മളെ കണ്ടിട്ട് ഓടുന്നേ? എന്റെ ഭഗവതി എന്നെ രക്ഷിച്ചു. രക്ഷിച്ചത് ഭഗവതി ഒന്നുമല്ല, മാസ്ക. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എടാ, നീ ശരിക്കും നോക്കൂലേ? നീയൊക്കെ എന്താ ചെയ്യുന്നേ? സോറി കളിയാ, പണം ഉണ്ടാവുമെന്ന് വിചാരിച്ചേ, ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. ശരി വിടറാ, തോൽവിയാണ് വിജയത്തിന്റെ ആദ്യപടി. എന്റെ കയ്യിൽ നീ വാങ്ങും മരണയടി. ഒന്നും മിണ്ടായിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നോണ്ട് ഒറ്റ ഒരുത്തം പോലും നമ്മൾ അടുത്തേക്ക് വന്നില്ല. അത് പട്ടാപ്പകല്ല. അതിനോട് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പ്രശ്നം നോക്കുന്നത്, മറ്റൊന്ന് കണ്ടിട്ടും കാണാതെ പോകുന്നത്. അതുകൊണ്ടാണ് ആരെയും റോഡിലിട്ട് വെട്ടാൻ കഴിയുന്നതും എവിടെയും കയറി മോഷ്ടിക്കാൻ കഴിയുന്നതും. അതുപോലെ തന്നെ മണ്ടന്മാരെ ബാങ്ക് കൊള്ളടിക്കാൻ പ്ലാൻ ഇടുന്നു. താൻ ചെയ്തു അത് തന്നെയല്ലേ? ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞെങ്കിലും ഒരു ധൈര്യം വന്നു. സോ
ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബാങ്കിൽ കൈവെക്കുന്നതാണ് ബെസ്റ്റ്. എടാ 10-20 മിനിറ്റ് കൊണ്ട് ബാങ്കിനകത്ത് കയറി പൈസയോടെ നമുക്ക് തിരിച്ചു വരാമല്ലോ. എന്തോന്ന് ബാങ്കിലിട്ട സ്വന്തം പൈസ എടുക്കാൻ പോകുന്ന പോലാണല്ലോ നീ പറയുന്നത്. ബാങ്കിനകത്ത് അങ്ങനെ പോകും? ആദ്യം അത് പറയടാ. ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ബാങ്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും 3 അല്ലെങ്കിൽ 5 കിലോമീറ്ററിന്റെ അപ്പുറത്തായിരിക്കണം. അതെന്താ? അവർക്ക് ഇൻഫർമേഷൻ കിട്ടി അവർ വരാനായിട്ട് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം നമ്മൾ ലോക്കർ റൂമിനകത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഏവനെങ്കിലും ഒരുത്ത അലാറം അമർത്തിരിക്കും. സൂപ്പർ. അതോടുകൂടി നമ്മൾ എല്ലാവരും കൊടുക്കും. ബാങ്കിനകത്തേക്ക് ഗണ്ണെങ്ങനെ കൊണ്ടുപോകും? അത് ശരിയാണല്ലോ. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് പർദ്ദ തന്നെ യൂസ് ചെയ്യാം. പറഞ്ഞോ? നോനോ, ബ്ലാക്ക് കളർ ഭയങ്കര ഹീറ്റ് ആയിരിക്കും. ഫേസ് ഒക്കെ കറുത്തു. പിന്നെ നീ സ്വിറ്റ്സർലൻഡ് ജനിച്ച് ന്യൂസിലാൻഡ് വളർന്നല്ലേ, ഒന്ന് ഓടാടുന്നു. എടാ ഞാനൊരു ആർട്ടിസ്റ്റാടാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദൂരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മൾ ഉടൻ തന്നെ കണ്ടെത്തണം. അതെനിക്കറിയാം. ഇവൻ എല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ല, ഇവൻ ഫുൾ പ്ലാനുമായിട്ട് വന്നിരിക്കുന്നത്. ലോണിന് വേണ്ടി ഒരുപാട് ബാങ്ക് കയറി ഇറങ്ങിയതാ. ബാങ്കിനെ കുറിച്ച് എല്ലാം എനിക്കറിയാം. നീ ലോണിന് വേണ്ടി പോയതല്ല, എവിടെ എങ്ങനെ കൊള്ളയടിക്കാൻ നോക്കാൻ വേണ്ടി പോയതാ. MG റോഡ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ 5 കിലോമീറ്ററിനകത്തൊരു ബാങ്കുണ്ട്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഡമ്മി ഗണ്ണ് ഓക്കെ. ഡമ്മി ബാമ്പ് ചോദിച്ചില്ലേ, അതെന്തായി? ഇന്ന് വരാൻ പറഞ്ഞിരിക്കുക. ഞാൻ പോവാം. മോനെ കോങ്ങേ, നീയെങ്കിലും എൻ്റെ കൂടെ നിൽക്കടാ. ഈ അക്യൂസിൽ നമ്മളെ കൊല്ലാതെ വിടത്തില്ലടാ. ഈ ഗണ്ണിനെക്കാളും കോങ്ങിനെ കണ്ട എല്ലാവരും പേടിച്ച് വിറയ്ക്കും. ഇപ്രാവശ്യം തീർച്ചയായിട്ടും നമ്മൾ പൊക്കിയിരിക്കും. രാജേഷേ, സാർ നിനക്കെന്താ ചെവി കേക്കില്ലേ? കേട്ടില്ല സാർ. നമ്മുടെ വെങ്കടേഷ് വരും. ശരി സാർ. ടേബിളിന് പുറത്തെ 3 ഡമ്മി ബോംബുണ്ട്. ഓക്കെ സാർ. റൈറ്റ് സൈഡ് ബ്യൂറോയിലും ഒരു ഡമ്മി ബോംബുണ്ട്. എടുത്തു കൊടുത്തേക്ക്. കൊടുക്കാം സാർ. കൊടുക്കുമല്ലോ? തീർച്ചയായും കൊടുക്കാം സാർ. കൊടുത്തില്ല. എത്ര ദിവസമായി, എത്ര പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങാം. സാർ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. പുള്ളിയോട് സംസാരിക്കേ. ഇനി ലേറ്റ് ആയാൽ നോക്കിയോ? സേട്ടുണ്ടോ? എൻ്റെ പേര് വെങ്കിട്ട്, വരാൻ പറഞ്ഞിരുന്നു. സാർ പുറത്തു പോയതാ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. ശരി ശരി. ഇതാണോ റൈറ്റ്? ഇതാണോ റൈറ്റ്? ഇത് തന്നെ റൈറ്റ്. സാർ ഇതാ പിടിച്ചോ. സാർ സാർ ക്യാഷ്. സേട്ടിനോട് സംസാരിച്ചോളാം. ശരി സാർ. ഇതാണ് നമ്മൾ കൊള്ളയടിക്കാൻ പോകുന്ന ബാങ്ക്. പോലീസടാ, നീ യൂട്ടേൺ എടുക്ക്, നമുക്ക് പോവാം. ഒന്ന് ചുമ്മാ ഇരിക്കടാ. ഇന്നത്തോടെ നമ്മുടെ കാര്യം പോക്കാം. എന്തിനാടാ ഇങ്ങനെ വെറുതെ പേടിച്ച് മരിക്കുന്നത്? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആരെങ്കിലും രണ്ടുപേരും അകത്ത് പോയി എന്താണ് സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം. അടിപൊളി ഐഡിയ. നിങ്ങൾ രണ്ടുപേരും പോയി നോക്കിട്ടോ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. ശരിയാടാ, നമുക്ക് ഇങ്ങനെ ചെയ്താലോ? ആദ്യം നമുക്ക് രണ്ടുപേർക്ക് അകത്ത് പോവാം. നിങ്ങൾ രണ്ടുപേരും അല്പം കഴിഞ്ഞിട്ട് കോങ്ങിനെയും കൊണ്ട് അകത്തേക്ക് വന്നേക്ക്. അതിന് നിങ്ങൾ 3 പേരും അകത്ത് പോയി നോക്കിട്ട് വാ. ഞാൻ ഇവിടെ ഇരുന്ന് കാർ നോക്കിക്കോളാം. മാസ്ക് വെക്ക്. പർദ്ദ ഇടുന്നില്ലേ, പിന്നെന്തിനാ മാസ്ക്? നിന്റെ ഒരു കാര്യം. പർദ്ദ എങ്ങാനും പറഞ്ഞിട്ട് നമ്മുടെ മുഖം കാണുകയാണെങ്കിലോ? അതിനു വേണ്ടിയാ. ഒന്ന് വാടേ. എല്ലാം ഹിന്ദിക്കാരന്മാരാ. ഞാൻ പറയുന്നത് അവനും മനസ്സിലാവുന്നില്ല, അവൻ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. ഇവനെ കൊണ്ടൊക്കെ തോറ്റു. ഭിക്ഷ ഹിന്ദി തന്നെ എടുക്കേണ്ടി വരും. കരയില്ലേ മോനെ, കരയില്ലടാ ഊട്ടാ. എന്തു വെച്ചു മോനെ? കരയില്ലേ ഊട്ടാ. നോക്കി. സോറി സോറി. എന്താ മോനെ?
ബാക്കി പോണം. ഇവന്റെ ഒരു കാര്യം. കരയണ്ട കേട്ടോ. വാ നമുക്ക് മണ്ടന്മാർ. എന്താ? പിന്നല്ലാതെ ആദ്യം സമൂസ കഴിച്ചിട്ട് ചായ കുടിക്കണം. ഇവന്മാരാ ചായ കുടിച്ചിട്ട് സമൂസ കഴിക്കുന്നു. എന്താ സമൂസ കഴിച്ചിട്ട് ചായ കുടിക്കുന്ന തന്നെ നല്ലത്. പോലീസ് ബാങ്കിനകത്ത് പോവാ. ജീവയ്ക്ക് ഫോൺ ചെയ്, വേഗം ചെയ്. അയ്യോ പോലീസ്. എന്റെ അക്കൗണ്ടിൽ 12 ലക്ഷം രൂപ വരാണ്ട്. അത് വന്നിട്ടുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യൂ, നോക്കട്ടെ. നമസ്കാരം മാഡം. അത് റെഡി ആയിക്കൊണ്ടിരിക്കുക. അയ്യോ ഇവിടെ ഉണ്ടോ? എന്റെ ഈശ്വര സ്വാമിയെ ശരണമയ്യപ്പ, യേശുവെ കാത്തോണേ. എന്തൊരു ഹൈറ്റായത്. ഇത് ജെൻസ് ടോയ്ലറ്റാ. ലേഡീസ് ടോയ്ലറ്റ് അടുത്തുണ്ട്. നിങ്ങൾക്ക് അർജന്റ് ആണെങ്കിൽ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. നമ്മള് പോകുന്നത് നോക്കൂ. പല്ലിടിച്ച് കൊഴിക്കും തെണ്ടി. പല്ലിടിച്ച് കൊഴിക്കൂ. ഒരു മിനിറ്റ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാ ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞു നിന്നോളാം. അയ്യോ അയ്യോ, എന്റെ അടുത്ത കണ്ണു വരുന്നത്. മാഡം, പേന നിങ്ങളുടെയാണോ? ഇതെന്റേതല്ല. എന്ത് ദേഷ്യ പെണ്ണുമ്പിളക്ക്? അല്ലാഹുവിന്റെ സ്തോത്രം. വരുന്നുണ്ട്. അവസാനം നമ്മൾ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. നീ ഈ ബാഗിനകത്ത് ഇരുന്നാ മതി. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? പൈസ എടുക്ക. ക്യൂവിലോ? ഓ, നീ പെട്ടെന്ന് കാശെടുക്ക. എടി, നീ എന്തെടുക്ക ഇവിടെ? ക്യൂ നിൽക്കിയ സാറ് പറഞ്ഞു. നീ ചെല്ല അഫിലിയേറ്റ് ആണ് കൊള്ളയടിക്കാൻ പോന്നെ. ഗണ്ണെടുത്ത് തലയിൽ വെക്കടി. അവന്റെ തലയിൽ വെക്കടി. അങ്ങനെ പറ. ഇവനെയൊക്കെ വിളിച്ചോണ്ട് ഞാൻ എങ്ങനെ പുറത്തു പോകുന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ക്യൂവിൽ നിൽക്കണോ അല്ലേ? ഡമ്മി കണ്ണു കരുതിയോ? അങ്ങോട്ട് നോക്കും. അനങ്ങി പോരുക. എല്ലാരും കേട്ടോ, ഞങ്ങളിപ്പോ ഈ ബാങ്കിൽ അടിക്കാൻ പോകുന്ന പണം ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് ഈ പൈസ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. അതല്ലാതെ ബാങ്കിലെ പണം രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആരെങ്കിലും ഹീറോയിസം കാണിക്കാൻ വന്നാ ജീവൻ പോവും, പറഞ്ഞേക്കാം. ജീവനിൽ കൊതിയുള്ളവരെല്ലാം മര്യാദക്ക് താഴെ ഇരിക്കെ. എല്ലാവരും ഇരിക്കെ. എല്ലായിടത്തും ഫോൺ വെച്ചേ. വാങ്ങടാ. എല്ലാരും വേഗം ഫോൺ കൊടുക്ക. നിന്റെ ആളകത്തുണ്ടല്ലോ, എന്ത് ചെയ്യും?
എടാ ഒരു പ്രശ്നവുമില്ല, നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് കൊള്ളടിച്ചിട്ട് ഇവിടുന്ന് പോകുന്നല്ലേ ഉള്ളൂ. ഓക്കെ? നിന്റെ ബുദ്ധി അപൂർവം തന്നെ. ഇത്രയും പറഞ്ഞിട്ട് ഏത് മറ്റൊരാടാ ഫോൺ വെച്ചിരിക്കുന്നത്? എന്റെ ഫോണോടാ. 10 രൂപ ഉണ്ടേ എനിക്ക്. സോറി. ആ ബൈ ഷർട്ടിന്റെ അടുത്ത് ഞാൻ പിടിച്ചു വാങ്ങിച്ചത്. ഈ ഡ്രസ് ഇട്ടുണ്ട് അങ്ങനെ പൊക്കാനൊന്നും പാടില്ല. എടാ ജാൻസിയടാ, അവിടെ ഒന്നും മിണ്ടില്ല, നീ അങ്ങ് സംസാരിക്കും. എന്താ ജാൻസി? ജീവേ, ഞാൻ എം ജി നഗറിനടുത്തുള്ള ബാങ്കിലേക്ക് വന്നതാ. ഇവിടെ 4-5 കൊള്ളക്കാർ ബാങ്കിനകത്തേക്ക് വന്നിരിക്കുക. എന്നെ ഒരു ടോയ്ലറ്റിന്റെ അകത്തിട്ട് പൂട്ടി വെച്ചിരിക്കുക. റിലാക്സ് ബേബി, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. 10 മിനിറ്റിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ദയവിത് നീ പോലീസിലേക്ക് മാത്രം ഫോൺ ചെയ്തേക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ജീവൻ ആപത്തിലാകും. ഓക്കെ? ബച്ചു, എന്താടാ? ജാൻസിയുടെ കയ്യിലെ ഫോണുണ്ട്. അറിയാം, ഇപ്പോഴാ ഫേസ്ബുക്കിൽ ഐ മീൻ ടവളെന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു. നിന്റെ അടുത്ത് പറഞ്ഞേ എന്നെ പറയണം. നിനക്ക് വച്ചിട്ടുണ്ടാ ഞാൻ. ഡിസ്ലൈക്ക് അല്ലേ ചെയ്തത്, അതിനെന്താ ദേഷ്യപ്പെടുന്നത്? എന്താളി ആ ഫോൺ നീ പിടിച്ചു വാങ്ങിച്ചോണ്ടെന്ന് തോന്നുന്നു. നീ ഇപ്പൊ ഒരു പെരും കള്ളനായി മാറിയോടാ. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തോ? എവിടെയാണ് എന്റെ ജാൻസി? ബ്ലഡി ഫൂൾസ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാരും ഓവർ ആക്ഷൻ കാണിക്കുകയാണല്ലോ. ഞാൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ആരും ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ പോകുന്നില്ല. എന്താ മനസ്സിലായോ? ഒന്ന് പിടിച്ചേ. ലോക്കർ എവിടെയാ? കൊണ്ടുപോടാ. എടാ നീ എല്ലാരും നോക്കിയോ, ഞാൻ ലോക്കർ റൂമിൽ പോയിട്ട് വരാം. അളിയ, നീ എന്നെ റൂമിലേക്ക് പോകണോ? അപ്പൊ ഞാനോ? മാസ്ക് ഇട്ടതുകൊണ്ട് നോക്കുക, അല്ലെങ്കിൽ തല കടിച്ചെടുത്തേനെ. കോമഡി. എടാ ഇവൻ പണം കൊണ്ട് തന്നെ തിരിച്ചു വരുമോ? വരൂടാ, പണം കിട്ടിയതും പങ്കിട്ട് നമ്മളെല്ലാവരും സെറ്റിൽ ആവുന്നു. നിന്റെ പങ്കിലെ എന്നെ ഹീറോ ആക്കി ഒരു പടം എടുക്കൂടാ. നിന്നെ വെച്ച് പടം എടുത്ത് അതോടെ എല്ലാം തീരും. അപ്പൊ നിന്റെ പണം വലിയ പണം. നിന്റെ മോന്ത കണ്ട ആരെങ്കിലും തിയേറ്ററിൽ കയറൂടാ. വന്നടാ സൂപ്പർ സ്റ്റാർ. ഇനിയല്ല അവൻ നോക്കിക്കോളും. എന്താടാ ഇത്? ഇത് എല്ലാം തുണ്ടു പടമാണല്ലോ. ഇതിന് പുതിയ പടങ്ങളുണ്ടല്ലോ. അല്ല ഇതൊക്കെ കൊണ്ട് ആരാ ഇവിടെ വെച്ചേ? പോലീസുകാരെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞ് പൈറസി വീഡിയോയുടെ മാസ്റ്റർ കോപ്പി ഇവിടെ വെച്ചിരിക്കുവോ സർ? എവിടെ വെക്കണം അറിയില്ല. അടുത്തത് തുറക്ക്. ഇതെന്താ ഇത്? CCTV ഹാർഡ് ഡിസ്ക്. ഇതെല്ലാം ഒരു ഹോസ്പിറ്റൽ ഫുട്ടേജാ. ഓ അങ്ങനെ. ഇതൊക്കെ നമുക്കെന്തിനാ വച്ചേക്ക്? അതെയോ, ശരി എന്നാ ഇവിടെ ഇരിക്കട്ടെ. അതെ മാഡം, ഒരുപാട് കാശുള്ള ലോക്കർ മാത്രം തുറന്നാൽ മതി. എന്താ ചെയ്യാ? അകത്തേക്ക് വരാമോ? പണം ഇടാൻ വന്നാണോ എടുക്കാൻ വന്നാണോ? ഇടണം. ആ എനിക്ക് വരൂ. Don't touch me. I'm only like kurta. No parda. താൻ തമാശ പറയാ? No. ഒരു NRI കസ്റ്റമറിനെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? നിനക്ക് ഞാൻ ഫുൾ ട്രീറ്റ്മെന്റ് തരാം. അകത്തേക്ക് വടാ തെണ്ടി. ഇവിടെ മുഴുവനും ഗൊറില്ലകളാണല്ലോ. ജയ് ആഞ്ജനേയ. സ്വാമിക്കും സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? അതുകൊണ്ടാണോ സ്വിറ്റ്സർലൻഡിൽ പണത്തിന് പഞ്ഞമില്ലാത്ത? അതെ, ഇന്ന് ഒരു ദിവസത്തെ കാശിലാണ് ഞാൻ ചോദിച്ചത്. മൊത്ത കാശ് എവിടെ വേഗം പറയാ. അതെ, ഇത് ഒരു ദിവസത്തെ കളക്ഷനോ അല്ല. മൊത്തമായിട്ട് ലോക്കറിൽ ഇത്ര എമൗണ്ടേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ 1 കോടി പോലും തികയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും വലിയ റിസ്ക് എടുത്ത്. കിട്ടിയതും കൊണ്ട് നമുക്ക് പോവാം. എന്താടാ വെയിറ്റ് ഇല്ല, എല്ലാം 1000 നോട്ടാ. നമ്മൾ കരുതിയ അത്ര അമൗണ്ട് ഇതിനകത്തില്ല. മൊത്തത്തിൽ 1 കോടി ഉണ്ടാവുള്ളൂ. എടാ, ഒരു MLA വീട്ടിൽ കയറിയാൽ തന്നെ 100 കോടി കൂടുതൽ കിട്ടും. ഇത്രയും വലിയ ബാങ്കിൽ 1 കോടിയേ കിട്ടിയുള്ളൂ. ശരി വാ നമുക്ക് പോ.
അളിയ ചുറ്റും പോലീസാടാ. അതോട്ടോ നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നത്. എടോ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? സർ ഇതുവരെ ഒന്നും കിട്ടിയില്ല. എടാ എന്തോടാ ആലോചിക്കുന്നേ? പറയാം. എടാ നീ എന്തേ കാണിക്കുന്നേ? എടാ പോണ്ടേ? നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാ അകത്ത് ഒരു ജീവൻ പോവും. ഏയ് ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അകത്തുള്ള ഒരാളിനും ഒരു ആപത്തും സംഭവിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് പറയാം. എന്നാ അതിനു മുമ്പ് ആരെങ്കിലും അകത്തേക്ക് വരാൻ നോക്കിയാ പുറത്തേക്ക് പോകുമ്പോ ഒരു ശവശരീരം കൊണ്ടുപോകേണ്ടി വരും. നീ എന്തൊക്കെയാണോ ചെയ്യുന്നത്? എടാ പുറത്താണെങ്കിൽ അത്രയും പോലീസ് ഉണ്ട്. നീ ആ ഗണ്ണ് കാണിച്ചോണ്ട് നിൽക്കുക. അത് ഡെമ്മി ഗണ്ണ്. വന്നേ. എടാ എന്താ കാര്യം? വേഗം പറയും. നോക്കിയ പ്ലാൻ എ എന്തായാലും പൊളിഞ്ഞു. ഇനി പ്ലാൻ ബി. എന്താ പ്ലാൻ ബി? അന്ന് ഞാൻ ഒരു ഇംഗ്ലീഷ് പടം നിങ്ങൾക്ക് കാണിച്ചായിരുന്നില്ലേ? കാശില്ലെന്നതും അകത്തുള്ളവരെല്ലാം ബന്ദികളാക്കി പേടിപ്പിച്ച് പണം വാങ്ങിച്ചില്ലേ? അത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പോലീസ് അകത്ത് വന്ന പണി തന്നെയാ. അയ്യോ എനിക്ക് തല വരുന്നുണ്ട്. ഷുവർ പറഞ്ഞു ഞാൻ. നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാലും നീ ഇവിടെ തന്നെ ചാകണം. ഞാൻ പറയുന്നതാ പ്ലാൻ. നീ പറയുന്നത് പോലെ ചെയ്യുന്നതാ നല്ലത്. നീ അങ്ങനെ പറയൂ. ഇതിനൊക്കെ കാരണം നീ തന്നെയല്ലേ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമ്മുടെ പണി ഇതോടെ തീരും. കരടിക്ക് ക്രോപ്പ് ചെയ്തോലുണ്ടല്ലോ. നിങ്ങളുടെ ഈ ഗെയിമിൽ ഞാൻ ചേർത്തോട്ടെ പ്ലീസ്. ഞാനും നിങ്ങളെ പോലെ ഭയങ്കര ഒരു കള്ളനാ. എല്ലാ മാസവും 1-ാം തീയതി പെൻഷൻ വാങ്ങാൻ വരുന്നവരെ കൊള്ളയടിക്കുന്നതാണ് എന്റെ ജോലി. എന്റെ ബാഡ് ലക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് കുടുങ്ങി. ഇറ്റ്സ് ഓക്കെ ഇഫ് ഡോണ്ട് മൈൻഡ്. എന്നെ കൂടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാമോ? ഹോളിവുഡ് പടം കണ്ടിട്ട് ഹൈടെക് മോഷണത്തിന് വന്നാ ഞങ്ങള് ഒരു പോക്കറ്റ് അടിക്കാതെ നിനക്ക് ഞങ്ങളോടൊപ്പം ചേരണം. നിങ്ങളൊരു കള്ളനാണ്, ഞാനും ഒരു കള്ളനാണ്. എന്തിനാ നമ്മൾ തമ്മിൽ പ്രശ്നം? നിങ്ങളൊക്കെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാലേ പേടിക്കൂ. പക്ഷെ എന്നെ കണ്ടാ തന്നെ പേടിക്കും. ഈ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവനെ വിട്ടേക്ക്. നമുക്കിപ്പോ എത്ര ചോദിക്കാം? ഏയ് ഒരു മിനിറ്റ്. ഷൂട്ടിങ്, കട്ടൗട്ട്, പോസ്റ്റർ എല്ലാം കൂടെ 5 കോടി ആവൂടാ. അപ്പോ ഓരോരുത്തർക്കും 5 കോടി. മൊത്തം 9 കോടി. എടാ മരം മണ്ട ആളിന് 5 കോടി വെച്ച് എങ്ങനെയാ 9 കോടി വരുന്നത്? 25 കോടി. അപ്പൊ 25 കോടി. എന്താണെങ്കിലും ചോദിക്കുക. അകത്തെ 18 പേരുടെ ജീവനുള്ളത്. അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എങ്കിൽ ഒരു 20 കോടി തന്നാ മതി. ഞങ്ങളങ്ങ് പോയിക്കൊള്ളാം. 20 കോടിയോ? അതിന് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയോ നിനക്ക്? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചോദിച്ച കാശ് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അകത്ത് ഓരോ മണിക്കൂറിന് ഓരോ ജീവൻ പോയിരിക്കും. സർ ഫിംഗർ കൗണ്ട് ചെയ്യാ സർ. അവരാരെങ്കിലും അകത്ത് ഷൂട്ട് ചെയ്യും സർ. നീ അവരൊന്നും ചെയ്യരുത്. 8 പൂജ്യം. എന്തോന്ന് 8 പൂജ്യം? എടോ 20 കോടിക്ക് 8 പൂജ്യമാണോ? ഇത് പിള്ളേർ കളിയല്ല. ഞങ്ങളെ പിള്ളേരെടുത്ത് നോക്കട്ടെ. വെറുതെ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാതെ പൈസ പെട്ടെന്ന് തന്ന് തീർക്കാൻ നോക്ക്. ഞാനിപ്പോ അകത്തേക്ക് പോകാൻ പോവാ. എന്തോന്നാടോ 20 കോടിക്ക് എത്ര പൂജ്യം ഒന്നും അറിയില്ല. യവന്മാരെ കണ്ടിട്ട് പ്രൊഫഷണൽ കള്ളന്മാരായിട്ട് തോന്നുന്നില്ല. സർ നമുക്ക് അകത്ത് ഗൺ ഫയർ ചെയ്താലോ? നോ 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 നോ. പ്രൊഫഷണൽ മൂവ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയും. എന്നാൽ യവന്മാരെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവർ പേടി കാരണം എന്തെങ്കിലും ചെയ്താ അകത്താണെങ്കിൽ പബ്ലിക് ഒരുപാട് പേരുണ്ട്. സർ പറയണം സർ. ബാങ്ക് സർവൻസ് ഒക്കെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവന്നു സാർ. അകത്ത് മൊത്തം എത്ര പേരുണ്ടെന്ന് അറിയില്ല സാർ. 20 കോടി രൂപയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. സാറിന്റെ തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹയർ ഒഫീഷ്യലുമായിട്ട് ഞാൻ സംസാരിച്ചു. ഓക്കെ സാർ. 20 കോടി രൂപയാണ് ചോദിക്കുന്നത്. ഇതാണെങ്കിൽ ഇലക്ഷൻ ടൈം. സർ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഒരു ക്ലൂ പോലും ഇല്ലല്ലോ. യെസ്. എന്നാൽ ഹോം സെക്രട്ടേറിയറ്റ് ഇതിനെല്ലാം കാരണക്കാർ നമ്മളാണെന്ന് പറയും. ഡു വൺ തിങ്. ഇതുവരെ പർദ്ദ ഇട്ട് നടന്ന റോബറി, മാസ്ക് ഇട്ട് നടന്ന റോബറി, ഗൺ പോയിന്റിൽ നടന്ന റോബറി എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. പർദ്ദയിട്ട് കൊള്ളയടിക്കുന്നത് കൊണ്ട് മതപ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാർ. മേ ബി. ഫസ്റ്റ് തിങ്, മീഡിയ ഇത് വലിയ ഇഷ്യൂ ആക്കാതെ നോക്കണം. ബാങ്കിൽ നിന്നും പട്ടാപ്പകലിൽ ചിലർ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണ്. തോക്കിന് മുനയിൽ പണം ചോദിച്ചതുകൊണ്ട് പോലീസ് ഇപ്പോൾ സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ്. ബാങ്കിനകത്ത് നുഴഞ്ഞു കയറിയ കൊള്ളക്കാർ ബാങ്കിൽ പണമില്ലാത്തതുകൊണ്ട് ബാങ്ക് ജീവനക്കാരെയും കസ്റ്റമേഴ്സിനെയും അതിനകത്ത് പിടിച്ചു വെച്ചുകൊണ്ട് 20 കോടി രൂപ ചോദിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മോ, ഈ പോക്ക് പോയടെ എങ്ങനെയാണ് ബാങ്കിൽ പൈസ ഇടുക? ബാങ്കിനകത്ത് പട്ടാപ്പകല് കൊള്ളയടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഈ കൊള്ളക്കാരെ കുറിച്ച് യാതൊരു തുമ്പുമില്ലെന്നാ പോലീസുകാർ പറയുന്നത്.
വാ 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 വന്നിരിക്കും വാ. ഈ കൊള്ളക്കാരോടൊപ്പം നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നിനക്ക് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് നമ്മുടെ ഒരു നല്ല വീട് വാങ്ങുന്നു. ഞാൻ വെക്കുന്ന വീടിനടുത്ത് നിനക്കൊരു മരം വെച്ച് തരാം. അതിൽ നീ ഉല്ലാസത്തോടെ കളിച്ചു നടക്കാം. ഇവനെന്താ ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഡബിൾ റോൾ ചെയ്യുന്ന ഹീറോമാരുടെ പടത്തില് പിരിഞ്ഞു പോകുന്ന സഹോദരങ്ങള് ക്ലൈമാക്സിൽ ഒന്നിക്കില്ലേ? ആ സീനാണ് ഈ സീൻ. ഇവൻ പെണ്ണായിരുന്നെങ്കിൽ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. പോകരുത് പ്ലീസ്. ഇങ്ങോട്ട് ഓടാ. Don't touch. I am coming from India. 200 കോടി ഇടാൻ വന്നതാ. No. 200 crores. Yes. 200 crores. എടാ ഇവ സാധാരണ ആടൊന്നുമല്ല, വലിയ പുള്ളിയാ. അയ്യോ എന്നെ കൊല്ലല്ലേ. പോയ അവിടെ ഇരിക്കും. അവന് വട്ടാണ് സാറേ. ആ അതെ, ഇവന്റെ ഈ മോന്റെ മുടിയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. അവൻ ഇയാളെടാ പറഞ്ഞേ. അയ്യോ ഇവനും പൊട്ടാണോ? ഇതെന്താ ബാങ്കോ മെന്റൽ ഹോസ്പിറ്റലോ? എല്ലാം കണക്കാ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. പേപ്പറിൽ 100 കോടി 200 കോടി എന്നൊക്കെ എഴുതി കൊടുക്കും. അത് വാങ്ങിച്ച് ചലാൻ കൊടുക്കുന്നവരേക്കും വിടില്ല. കൊടുത്ത ഉടൻ തന്നെ അവൻ പോവുകയും ചെയ്യും. രണ്ട് ഭ്രാന്തന്മാരോട് എന്തോ സംസാരിക്കുന്നത്? സാറ് കണക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു 500 കോടിയെങ്കിലും കഴിയും. ഇയാളുടെ വിചാരം ഇയാൾ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയക്കാരനാണെന്നാ. ജനങ്ങളുടെ പണമൊക്കെ കൊള്ളയടിച്ച് സ്വിസ് ബാങ്കിൽ ഇടുന്ന അവന്റെ ഹോബി. അതുകൊണ്ട് ഇതാണ് അവന്റെ സ്വിസ് ബാങ്ക്. അയ്യോ എനിക്ക് ഫ്ലൈറ്റിന് സമയമായി. എനിക്ക് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പോകണം. ഞാൻ ഇന്ത്യയിൽ എത്തിയാലുടൻ എനിക്ക് സ്വിസിൽ ഫോൺ ചെയ്യും. ഞാനെന്താ ഫോൺ ചെയ്യുന്നേ? അപ്പോഴല്ലേ ഞാൻ ഇന്ത്യയിൽ എത്തിയെന്ന് അറിയൂ. എന്റെ കൈ മെനക്കെടുത്തരുത്. ഞാൻ എത്രയോ ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. ഇത് ഒരുമാതിരി ടൈപ്പ് ഭ്രാന്തൻ. ബോസ്, ഇന്ത്യയിലെ പണക്കാരുടെ അവസ്ഥയൊക്കെ ഇപ്പൊ ഇതാ. സർ, 2 വർഷത്തിന് മുമ്പേ കൽക്കട്ടയിൽ നടന്ന റോബറി കേസിൽ ഈ ഗ്രൂപ്പ് രക്ഷപ്പെട്ടു. പണം കൊടുക്കാത്തോണ്ട് അതിനകത്തുള്ള 8 പേരെ കൊന്നിട്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇയാളോ? ഇത് ലാസ്റ്റ് ഇയർ മുംബൈയിൽ നടന്ന റോബറി. കൊള്ളക്കാർ രക്ഷപ്പെട്ടു പോകുമ്പോൾ നടന്ന ഫയറിംഗിൽ 3 പേർ മരിച്ചു. ഒരാള് ജയിലിനകത്താ. നമ്മൾ ഇതിനകത്ത് രക്ഷപ്പെടും തോന്നുന്നുണ്ടോ? നീ എന്തിനോടാ കൈ പൊക്കുന്നേ? നമ്മുടെ കയ്യിലും കണ്ണുണ്ടല്ലോ. നമ്മളെ ഉള്ള ഡമ്മിയാ. ഞാൻ തനിച്ചാണെന്ന് വിചാരിക്കണ്ട. തന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഒന്ന് വെടിവെച്ച് നോക്ക്. ഞാൻ നിങ്ങളൊന്ന് സഹായിച്ചല്ലേ? വേണ്ടെങ്കിൽ വേണ്ട. ആരോട് ഗണ്ണ് പെട്ടെന്ന് താഴെ ഇടാൻ പറ. സെക്യൂരിറ്റി ഗണ്ണ് താഴെ ഇട്. ഹായ്, എനിക്കും ഒരു ഗണ്ണ് കിട്ടി. ഞാനാ പോലീസ്. കൈപോക്ക്. ഓരോരുത്തരായിട്ട് കൊല്ലാൻ പോവാ ഞാനിപ്പോ. എന്റെ ഗണ്ണുകൾ പിടിച്ചു വാങ്ങിച്ചു. ഞാൻ ആരെയും വിടില്ല. എല്ലാവരെയും അതെന്നതാ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾ ഉടനെ എത്തിക്കാം. എന്താണ് ചേട്ടാ സാൻഡ്വിച്ച് മസാല? അയ്യോ ഇവളെന്ത് ഇവിടെ? സാറേ ഒന്ന് മാറി തന്ന ഞാൻ കൂടെ ആദ്യം മോളിൽ എവിടെ ഇറങ്ങാൻ പറ. ഒരു ഗ്യാപ്പ് താ സാറേ. സാറേ ഉണ്ടായടാ, ഞാൻ ചോദിച്ചിട്ട് സമ്മതിക്കില്ല. പിന്നെയാണ് നീ. ചേട്ടാ ചേട്ടാ പ്ലീസ് പ്ലീസ്. എനിക്കൊന്നും പറ്റിയില്ല. എന്താണ് സൗണ്ട് ഒക്കെ മാറ്റിയേ? പെട്ടെന്ന് സൗണ്ട് മാറ്റി സംസാരിക്കുക. ഇതെന്ത് പറ്റിയതാ? ഒരു ഷെയർ കുറഞ്ഞെന്ന് വിചാരിച്ച ജീവനുണ്ടല്ലേ? എന്റെ ഈ ഗാർഡാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കണ്ടോടാ, നീയല്ലേ പറയുന്നത് ഗാർഡില്ല. ഇപ്പൊ ഈ ഗാർഡാ രക്ഷപ്പെടുത്തിയത്. അതെ അളിയാ, നീ എന്തായാലും പെട്ടെന്നൊന്നും ചാവില്ല. ഗാർഡ് തന്നെ അതിനെ രക്ഷപ്പെടുത്തിയത്. അയ്യോ ജാൻസി, എന്താടി ഗാർഡ് വേണോ? എടാ നിന്റെ മോന്ത കണ്ടോ? ഇനി എന്തിനാ പെണ്ണെ പോലെ സംസാരിക്കുന്നത്? എന്തായാലും കുടുങ്ങി. നീ എന്തിനാ മാസ്ക് എടുത്ത് മാറ്റിയേ? അയ്യോ ഞാൻ പറഞ്ഞിരിക്കാം. ജീവേ, നീ ചെയ്യുന്ന ഇത്ര വലിയ തെറ്റെന്ന് നിനക്കറിയോ? ഒരു ബാങ്കിൽ കൊള്ളയടിക്കുന്ന ലെവലിലെത്തി നീ. ഞാൻ ചെയ്തിട്ട് നിന്നെ വിശ്വസിച്ചതാ. ഇത് ഇത്ര ഷോക്ക് ആണെങ്കിലേ അവൻ ഡോക്ടറല്ല. നീയൊക്കെ ഒരു മനുഷ്യനാണോ? എന്നെ തന്നെ പറ്റിച്ചില്ലേ നീ? ഫ്രോഡ്. ആരാടി ഫ്രോഡ്? എന്നെ പ്രേമിച്ചോണ്ടിരിക്കുമ്പോ വേറെ ചുറ്റിക്കൊണ്ടിരിക്കുക. നീ തന്നെയാടി ഫ്രോഡ്.
നിന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. ഡീ വാ ഇടകടി. നിന്നെ പോലുള്ള പെമ്പിളർക്കൊക്കെ എന്നെ പോലെ പയ്യന്മാരെ പറ്റിക്കുന്ന ഒരു തൊഴിലാ. കാരണം ഞാൻ ലോക്കല്, അവൻ ഡ്യൂലക്സ്. അതെ അളിയ, നെല്ല് നീ കുത്തും നെയ്യപ്പം തിന്നത് ഇവനോ? നിനക്ക് ഈ ലോക്കൽ സോരി എന്താ ബന്ധം? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? നീ ആരാണെങ്കിൽ എനിക്ക് അളിയ, എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? കേടാ, പെമ്പിള്ളേർ തുള്ളും മുമ്പ് നമ്മൾ അങ്ങ് തുള്ളണം. ശരിയാണല്ലോ. ശരി, അതൊക്കെ പോട്ടെ. ഞാനെന്തിനാ ഡോക്ടറല്ല നീ പറഞ്ഞ? അതെ, പ്രശ്നത്തിനിടയ്ക്ക് ഈ പ്രശ്നം പറഞ്ഞ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നിന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ. എന്താ മോളെ, അവ തല്ലിയല്ലേ? അതെ, ആ പച്ച കളർ പ്രതയും ചുവപ്പ് കളർ പ്രതയും മാറി മാറി തല്ലിയ. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവന്മാരങ്ങോട്ട് തല്ലിയാലോ? എടാ, ഞാനും അവരുടെ ആള് തന്നെ. ഞാൻ ആരാണെന്ന് അറിയാതെ നിങ്ങൾ എന്നോട് കളിക്കുകയാണല്ലേ? പറഞ്ഞിട്ടല്ലേ അവന്മാര് നിന്നെ തല്ലിയേ? വായടത്തിനും മിണ്ടായിരിക്കടാ. പിന്നെ മോളെ, നിന്റെ ഹൈറ്റ് ഒരു 3.4 ഉണ്ടാവൂ. ചെരുപ്പൂരി അടിക്കും ഞാൻ. ചെരുപ്പൂരിയ 2.2 അല്ലേ കാണൂ. ഡ്രൈവർ എന്തോ നാടേ, എന്താ ഇത്? അത് പായസം കുടിക്കുന്ന കപ്പെടുത്ത് പോക്കറ്റ് വെച്ചോ. നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്ന ലഗേജിനോടൊപ്പം വെക്കി. വേഗം ചെല്ല്, എടുത്തോണ്ട് പോടാ തെണ്ടി. എന്റെ ജീവൻ പോയാലും ഇവിടുന്ന് 1 രൂപ പോലും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാണ് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം. തോക്ക് കാണിച്ച ഉടൻ തന്നെ മാനേജർ എല്ലാ കാശും എടുത്തു വന്നു. എന്നാ പാവപ്പെട്ടവൻ അവസാനം വരെ പാവപ്പെട്ടവനായിരിക്കും. എടാ, ഒന്നും സംസാരിക്കാൻ സമയമില്ല. രക്തം പൊക്കിട്ടിരിക്കുക, ജീവൻ പോടാ. ഇയാള് മരിച്ചു പോയാലോ? ആവശ്യമില്ലാതെ ഇത് വലിയൊരു പ്രശ്നമാവും. എന്താണ് ഇപ്പൊ ചെയ്യുക? യവൻ എന്തായാലും പഠിച്ച കള്ളം തന്നെയാ. ഇവൻ എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. എല്ലാരും പറയാറില്ലേ രാശിയുള്ള ഡോക്ടറാണെന്ന്? അയാള് തന്നെയാ ഇയാള്. അകത്തെന്തോ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടല്ലോ. ആരെയാ നിങ്ങൾ ഷൂട്ട് ചെയ്തേ? അതെ, അകത്തൊരുത്തെ ഹീറോ നോക്കിയതാ. അവന്റെ പണി തീർത്തു. അവന്റെ ജീവന പ്രശ്നമൊന്നുമില്ല. ഒരു ഡോക്ടർ അകത്തേക്ക് അയക്കേ. അപ്പൊ ഇയാൾ ഡോക്ടർ അല്ലേ? ബാങ്ക് കൊള്ളടിക്കുമെന്ന് അറിഞ്ഞൂടെ ഇയാളൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറാണെന്ന്? നീയൊക്കെ എന്താടാ കരുതിക്കൊണ്ടിരിക്കുന്നേ? പരിക്ക് പറ്റിയവർ ആദ്യം വെളിയിലൂടെ. ഞങ്ങൾ എന്ത് ചോദിച്ചോ അത് ആദ്യം ചെയ്യാൻ നോക്ക്. പണം വരെ താമസിക്കും തോറും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. പോടാ. പോടാന്നോ? പോടാ. പോടാന്ന് വിളിച്ചിരിക്കും. എന്താ സാർ നിങ്ങളെ? താൻ പെട്ടെന്ന് ആംബുലൻസ് വരാൻ പറ. ആവശ്യപ്പെട്ട പണം കിട്ടാത്തത് കൊണ്ട് ബാങ്ക് റോബേഴ്സ് ബാങ്കിനുള്ളിൽ കസ്റ്റമേഴ്സിൽ ഒരാളെ വെടിവെച്ചു എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. And we are expecting him not to be dead so far. ശരി, വാ നമുക്ക് പോവാം. ടൈമായി. അല്ല, എന്താ സ്കൂളിൽ പ്രേയറിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കുകയാണല്ലോ. ലഞ്ചിന് സമയമായി. പിന്നെ ഓഫീസ് വരുമ്പോ ലേറ്റ് ആയിട്ട് വരും. പക്ഷെ ഇത് മാത്രം കറക്റ്റ് ആയിട്ട് നടക്കും. നീ ബാങ്കിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്? പിന്നെന്താ മസാജ് സെന്ററിലെ പോലെ ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നത്? അതെന്താ പുറകിൽ അഴുക്കാണല്ലോ. നീ തേച്ചൊന്നും കുളിക്കാറില്ലേ? അത് ടാറ്റു. എങ്കിലും കാട്ടു. അത് ഞാൻ കണ്ടോ? അത് ഈഗിളിന്റെ പടോ. നീ പോടെ പോ. മരണത്തിന്റെ അറ്റത്ത് നിൽക്കുക. നിനക്ക് ലഞ്ച് കഴിക്കണോ അല്ലേ? പോക്കെടുത്ത് വെടിവെച്ച് കൊല്ലും ഞാൻ. സ്റ്റാഫല്ലേ ഫ്രണ്ടിലോട്ട് വാ. വാ, നീ ഡൗൺ. മുട്ട് കുത്തറ. കുത്തട മുട്ട്. ഒരു ചെല്ലാൻ എഴുതാൻ പറഞ്ഞു നിനക്കൊക്കെ ഭയങ്കര പാടാണല്ലേ? ഡിജിറ്റൽ ഇന്ത്യ ആയ ഉടനെ തന്നെ നിനക്കൊക്കെ ആധാർ കാർഡ് വേണം അല്ലേ? ദാറ്റ് ഇസ് മേക്ക് ഇൻ ഇന്ത്യ. ഇനി ഒരക്ഷരം നീ മിണ്ടി അടിച്ച് അണപ്പല്ല് പൊട്ടിക്കും ഞാൻ. മാരത്തലേ ഡി, നിനക്കെന്താ ഇത്ര ജാടാ? ബാങ്ക് ഉദ്യോഗസ്ഥ എന്നുള്ള അഹങ്കാരാണോ? അവർ സ്റ്റാഫാണ്, ആക്ഷേപിക്കരുത്. ആര് ഞങ്ങൾ ആക്ഷേപിക്കുന്നോ? നിങ്ങളാണ് ഞങ്ങളെ വിശ്വസിക്കാതെ 10 രൂപയുടെ ഗ്ലാസ്സിൽ ചെയിനിട്ട് വെച്ചിരിക്കുന്നത്. 5 രൂപയുടെ പേന അത് നൂലി കെട്ടിയിട്ടിരിക്കുക. 8,000-10,000 കോടി ലോൺ വാങ്ങുന്നതിനൊക്കെ പറ്റിച്ചിട്ട് 4ലേക്ക്. അത് മാത്രമല്ല, പെൻഷൻ വാങ്ങാൻ വരുന്ന അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ ലേറ്റ് ആയിട്ടാ പറഞ്ഞു വിടുന്നത്. ഇതിനിടയ്ക്ക് നിന്റെ പ്രശ്നം അകത്തേക്ക് കേട്ടല്ലേ? അവർക്ക് വേണ്ടി എത്ര സമയം എന്ന് വെച്ചാൽ പുറത്ത് വെയിറ്റ് ചെയ്യാ. അത് മാത്രമാണ് ഞങ്ങൾ ഒരു നല്ല മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്ന ID പ്രൂഫ് ഉണ്ടോ, അഡ്രസ് പ്രൂഫ് ഉണ്ടോ എന്ന് 100 ചോദ്യങ്ങളാണ്. ലോൺ വാങ്ങിച്ചിട്ട് വെളിനാട്ടിലേക്ക് പോയാലോ? ഇങ്ങനെ വിജയമലയുടെ അഡ്രസ് പ്രൂഫ് നിങ്ങൾ വാങ്ങിയില്ലേ? പറയടാ, ചോദ്യത്തിന് ഉത്തരം പറയടാ. നീ സൈലന്റ് ആയിട്ട് ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ നോക്കല്ലേ? ഞാൻ ഈ ടാറ്റുന്റെ കൂടെ. നീ അവരുടെ കൂടെ ഇരിക്കണ്ട, പോയി തനിച്ചിരിക്കേ. ആ കുരങ്ങ് എവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ, നോക്ക്. അവരെ കുരങ്ങെന്ന് പറഞ്ഞ കൊന്നുകളെ പറഞ്ഞേക്കാം. നീ എന്തിനാ കുരങ്ങെന്ന് പറഞ്ഞേ? പിന്നെ കുരങ്ങനെ കുരങ്ങെന്നല്ലാതെ
ഇനി ആരെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. ബ്രോ ബ്രോ ഒന്നും സംഭവിച്ചില്ലല്ലോ. ആരാ നീ? ഞാനാ, കണ്ടിട്ട് മനസ്സിലായില്ലേ? പെട്ടെന്ന് അണങ്ങും. പിന്നെ ഞങ്ങൾ ഒരേ കുടുംബമാ. ബ്രോ വാ, മാനേജർ ആന്റി അവിടെ തനിച്ചിരിക്കുക, നമുക്കൊരു കമ്പനി കൊടുക്കാം. ആന്റി അയ്യോ, കുഞ്ഞിന് പാൽ കൊടുക്കാൻ കൊണ്ടുവന്നല്ലോ. അപ്പോ ബാങ്ക് റോബറിയിൽ വീണ്ടും ഒരു വലിയ പ്രശ്നം. പണം കൊടുക്കാൻ താമസിക്കുന്നതുകൊണ്ട് അതിനുള്ളിലെ കൊള്ളക്കാർ ഒരാളെ വെടിവെച്ച് വീഴ്ത്തി. ഇവിടെ പോലീസുകാർ വെറും ഒരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. കൊള്ളക്കാരെ എങ്ങനെ പിടിക്കാമെന്ന് ഉന്നതതല യോഗം ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. ആയുധങ്ങളുമായി ബാങ്കിനകത്ത് കയറി ബാങ്ക് സ്റ്റാഫിൽ ഒരാളെ എടാ സതീശേ, എല്ലാത്തിലും നമ്മുടെ ന്യൂസാണ്. ഒരു ചാനലിൽ മാത്രം കുംകി പടം ഓടിക്കൊണ്ടിരിക്കും. നോക്കിക്കോ, നോക്കടാ. ഇതെങ്ങനെടാ? ഞാൻ തന്നെ ഒരു 3000 പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. 1,00,000 തവണ ഇട്ടിട്ടുണ്ടല്ലോ ഈ പടം. മതം പിടിച്ചാന. ഈ പടവും വെച്ചോണ്ട് ഈ ചാണ്ടുകാർ കാണിക്കുന്ന ഒരു ദ്രോഹം ഉണ്ടല്ലോ. എനിക്ക് പടം ഇഷ്ടമാ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അല്ലേ? അവിടെ വെള്ളം ഒഴിച്ച് വണ്ടി ഓടിച്ച കാര്യം നിനക്കങ്ങനെ അറിയാം? നിന്നെ പറഞ്ഞാടാ, ഇതാണ് ബെസ്റ്റ് പാർട്ടി. ഇയാളുടെയൊക്കെ സമയം അല്ലടാ. നോ കമന്റ്സ്. അതെന്താ? ഞാൻ അദ്ദേഹത്തിന് വലിയ ഫാനാ. കള്ളം പറയാ. ഒന്ന് മിണ്ടായിരിക്കടേ. അയ്യോ, പോലീസ് പോലീസ് പോലീസ്. ഇവ എന്തിനാ ഈ ഓട്ടോ ഓടുന്നത്? സർ പറയൂ സർ, ഇതേക്കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? സർ പ്ലീസ് സർ. എന്താണെന്ന് പോയി നോക്ക് പ്ലീസ്. വിൻസെന്റ്, ഇവനെ ഒന്ന് നന്നായിട്ട് നോക്കി. രാജേഷ്, കേൾക്കുന്നുണ്ടോ? സിറ്റുവേഷൻ നിനക്ക് ഏറ്റതുപോലെ തന്നെ ഉണ്ട്. കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യണം കേട്ടല്ലോ. രാമനാഥൻ, ആ രണ്ടുപേരുടെയും ഫുട്ടേജ് എടുക്ക്. എങ്ങനെയാ ബാങ്കിനകത്തേക്ക് വന്നത്? അളിയെ ഫൈറ്റ് ചെയ്തോ, ഞാനിവിടെ നിൽക്കാം. ഞാൻ പിന്നെ വിളിക്കാം സാർ. അകത്തേക്ക് പോലീസിനെ അയക്കാൻ മാത്രം എവിടെന്നാ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഞങ്ങളെ കണ്ടെന്താ നിങ്ങൾക്ക് കോമാളിയെ പോലെ തോന്നുന്നുണ്ടോ? ഞങ്ങളെ കൊണ്ടിന്ന് ചെയ്യാൻ കഴിയുന്നില്ലേ? നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. ഇത് 5 കിലോയാ. അകത്തെ വേറെ 3 എണ്ണം കൂടെ ഉണ്ട്. മൊത്തം 20 കിലോയാ. ഒന്ന് പൊട്ടിയാ ചുറ്റുമുള്ള 1/2 കിലോമീറ്ററിലെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ ആരാന്നും. എന്നമ്മോ, രക്ഷപ്പെട്ടു. ഞാനും ഇത് ഊരി കളഞ്ഞേക്കാം. എന്തൊരു വിയർപ്പാ, ഒടുക്കത്തെ നാറ്റോ.
അയ്യാ എന്താ ടൈം 7:30. എന്താടാ കാങ്ങേ നിന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഈ ചുവപ്പ് ബട്ടൺ അമർത്തണോ? ഡമ്മി ബോംബ് നീ അമർത്തിയാലെന്താ ഞാൻ അമർത്തിയാലെന്താ? വാടാ വന്ന് അമർത്ത്. ഓ എന്തൊരു വെയിലാടാത്. അല്ല നീ അഴിച്ചെടുത്തോ? എടാ അവൻ ഡോക്ടറല്ല, നിനക്കെങ്ങനെ മനസ്സിലായി? അവൻ ഡ്രസ് ചെയ്തത് എന്നെ പോലെ തന്നെ ആയിരുന്നു അളിയാ. നീ ഒരു ഫ്രോഡ് ആയതുകൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. അല്ലാതെ അല്ല ഞങ്ങൾക്ക് ഓടുന്നില്ല, നിനക്ക് മാത്രം ഓടുന്നുണ്ടല്ലോ. കാരണം എന്റെ നല്ല സമയം സ്റ്റാർട്ടായി. ചെന്ന് അപ്പുറത്തേക്ക് പോ. എടാ മച്ചു, ബോംബ് കണ്ടതും എല്ലാവരും അവിടെ നിന്ന് ഓട്ടമായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര ശരിയല്ല സാർ. ഹ്യൂമൻ ബോംബുമായിട്ട് അവർ 4 പേരും കൊള്ളടിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും വലുതായിട്ട് സംഭവിക്കുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്ന കൊടുത്തേ മതിയാവൂ സാർ. ഹയർ അത്തറുമായി സംസാരിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കണം സാർ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് CM-നോട് ചോദിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ സാർ. സാർ 20 കോടി രൂപ ചോദിച്ച് ഭീഷണിപ്പെടുത്തുക സാർ. ഹ്യൂമൻ ബോംബായി മാറി പേടിപ്പെടുത്തുക സാർ. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിനെ വെച്ച് അറ്റാക്ക് ചെയ്യാവുന്ന ട്രൈ ചെയ്തതാ. ലോ താനൊന്നും മിണ്ടായിരിക്കെ. ആവശ്യമില്ലാതെ ആയുധമൊന്നും എടുക്കാൻ പാടില്ല. അതിന്റെ പ്രശ്നം നിങ്ങൾക്കല്ല സർക്കാരിനാ. ആദ്യം അവർ ചോദിച്ചത് കൊടുക്കാം, അതാ നല്ലത്. പിന്നെ നമുക്ക് പിടിക്കാം. ശരി സാർ, സാർ പറയും പോലെ ആയിക്കോട്ടെ. അളിയാ കാശ് കിട്ടൂലോ അല്ലേ? കൊള്ളാലോ, നീ ഇപ്പോഴാണ് കാര്യത്തിലേക്ക് കടന്നതല്ലേ? താമസിക്കണമെങ്കിൽ ശാപ്പാട് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഹലോ ഇത് ഗാലക്സി ബിരിയാണി കടയല്ലേ? അതെ സാർ. ഓ ഒരു ഗാലക്സിയാ, ഒരു നല്ല 30 ബിരിയാണിയാ. പാർസൽ വേണം. പിന്നെ ഒരു 50 പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ അതിന്റെ കൂടെ വരട്ടെ. സാർ അഡ്രസ്? എടോ ഈ അഡ്രസ് ഇപ്പൊ ലോകം മുഴുവനും അറിയാം. ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണോ? പെട്ടെന്ന് പാർസലും കൊണ്ട് വരാൻ പറ. സാർ നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നു ചോദിക്കുക. അതെ ഡോ കമ്മീഷണർ ഷൺമുഖമാ, പെട്ടെന്ന് വാ. പൊരിച്ച ലെഗ് പീസ്. ലെഗ് പീസാ അവൻ കട്ട് ചെയ്തു. അവന്റെ അമ്മൂമ്മയുടെ ലെഗ് പീസ് ഉടനെ എത്തും. എന്താടോ? എടാ നമ്മൾ 20 പേരല്ലേ ഉള്ളൂ, പിന്നെന്തിനാ 30 ഓർഡർ ചെയ്തേ? 10 എണ്ണം എനിക്ക് വേണമല്ലോ. അതൊന്നും പറ്റത്തില്ല. 3 എണ്ണം എനിക്ക്, 7 എണ്ണം നിനക്ക്. ആഹാ, നിനക്ക് 3 എനിക്ക് 7. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. അതൊന്നും നീ പറയാൻ പാടില്ല. ഓർഡർ ചെയ്ത ഞാനാ. അതെല്ലാം പോട്ടെ. ഹാൻഡ്സ് വേണമെങ്കിൽ പറ, നമ്മുടെ പയ്യന്മാരുണ്ട്. ഒരെണ്ണം വെച്ചാ മതി. അടിപൊളി. എന്താ ഞങ്ങളെന്താടാ ഇവിടെ വിരുന്നുണ്ടാ വന്നിരിക്കുകയാണ്? ചെന്ന് ബിരിയാണി വെച്ചോണ്ടോ പോ. പോടാ. സർ ഷോ ദിസ്. സർ ഇവനൊരു IT കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാ. ഈ ഇടയ്ക്ക് അവനെ പിരിച്ചുവിട്ടത്. ഇവനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറാ. പേര് ജീവ. സർ ഇവന്റെ പേര് വെങ്കട്ടെന്നാണ്. സിനിമയിൽ ഒരു വലിയ ഹീറോ ആവാൻ വേണ്ടി വന്നതാ. പക്ഷെ ഒരു പണിയില്ല, ചുമ്മാ ചുറ്റി നടക്കുക. ഇവന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കോൺടാക്ട് ഇട്ടു നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഒന്ന് മാറി സാർ, ഒന്ന് മാറിക്ക. സാർ ബിരിയാണി കൊടുക്കണം സാർ. കമ്മീഷണർ എന്നോട് ഇങ്ങനെ വരാൻ പറഞ്ഞു. സാറേ ബിരിയാണി സാറേ. ആരാ ഓർഡർ ചെയ്തേ? സാറാ ഓർഡർ ചെയ്തെന്ന്. ഞാൻ ഓർഡർ ചെയ്തെന്നോ? പോടാ പോടാ. സോറി സാർ. ഹലോ 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 എത്തിയാ? എടാ പുറത്ത് ബിരിയാണി പാർസൽ വന്നിട്ടുണ്ട്, പോയി വാങ്ങിക്കൊണ്ടു വാ. നമ്മുടെ പയ്യനാ ബോംബുമായിട്ട് വരും. പുറത്തേക്ക് പോയി വാങ്ങിച്ചോണ്ട് വാടാ. പോയിട്ട് വാടാ. നീ കഴിച്ചു നോക്കിട്ട് മതി, അതിനകത്ത് വല്ല വിഷം ഉണ്ടാവും. അല്ല അപ്പൊ ഞാൻ ചത്തുപോവില്ലേ? നീ വിഷം കഴിച്ചാലൊന്നും ചാവില്ല. പോടാ. ഈ തെർമോകളത്തിനെ കൊണ്ടുവന്നേ വെടിവെച്ചാ തടുക്കാനായിട്ടാ. ഓ ഒട്ടുക്കലത്തെ ബുദ്ധിയാ. എന്റെ ബുദ്ധി അങ്ങ് വളർന്ന് പന്തലിച്ചിരിക്കുക. തെർമോകോളുമായിട്ട് വരികയാണല്ലോ. കമ്മീഷണർ സാറേ, ഞാൻ എന്റെ മുഖം കാണിക്കാൻ പോവുകയാ. ബിരിയാണി ഞങ്ങൾക്കുള്ളതാ, അകത്തേക്ക് അയക്ക്. ഇങ്ങോട്ട് വാടാ. ഞാൻ അങ്ങോട്ട് വരണോ? അവന്റെ അഹങ്കാരം കണ്ടില്ലേ സാർ? വാടാ ഇവിടെ. അപ്പൊ ഞാൻ വരാം. സാർ കാണാൻ ഗൊറില്ലേ പോലെ ഉണ്ടല്ലോ. ഇതിനൊക്കെ പേടിക്കുക. ഇവനൊക്കെ എവിടെ പോലീസാ? കാക്കിക്കുള്ളിലെ മന്ദബുദ്ധികൾ. ഹലോ സാർ. തെർമോകോളിന്റെ ശബ്ദമായിരുന്നു. ഇങ്ങോട്ട് താടാ. എല്ലാം ഉണ്ടല്ലോ അല്ലേ സാർ? ബില്ല് സാർ. സാറിന്റെ കൊടുക്കണ GST കൂടെ കിട്ടും. സാറിന്റെ എടുത്തോ? ഓ സോറി സാർ. കാലത്ത് മുതൽ വെയിലത്തേക്കല്ലേ? 2 രൂപയുടെ പകുതി എടുത്തോ. അടിയും പിടിയും കൂടല്ലേ, മര്യാദ കഴിച്ചോ. എന്താ ഒന്നേ തരാൻ പറ്റൂ, അകത്ത് ഒരുപാട് പേരുണ്ട്. ഈശ്വര, പണി കിട്ടിയെന്നാ തോന്നുന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരുടെയും മുഖത്തുള്ള മാസ്ക് എടുത്ത് കഴിഞ്ഞല്ലോ, നീ എന്താ മാസ്ക് എടുക്കാത്തെ? മാസ്കാ സാർ? ഇത് മാസ്ക് അല്ല സാർ, ഇതെന്റെ ഒറിജിനൽ മുഖം തന്നെയാ. സത്യമായിട്ടും ഇതെന്റെ മുഖം തന്നെയാ. കേക്ക് സാറേ, മുഖം. സാറേ ഒരു പൊതി ബിരിയാണി എന്നില്ല, എന്റെ നന്ദിയെങ്കിലും കാണിച്ചൂടെ? വേഗം പോയി VRS വാങ്ങിക്കാനാ പറയുന്നത്. താനെന്താ അവൻ പറഞ്ഞോണ്ടിരിക്കുന്നേ? എവിടത്തെ പോലീസാണെന്ന് അറിയില്ല, മുഖത്തിന്റെ ഗ്ലാമർ കവറിനകത്തുനിന്ന് ഒരു ബിരിയാണി എടുത്തേ. ആമാരൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. എനിക്ക് 3, നിനക്ക് 6.
ഒറ്റ ദിവസത്തിൽ 10 കർഷകർ ആത്മഹത്യ ചെയ്തു. പാലക്കാടിലാണ് ഇത് നടന്നത്. പാലക്കാടിലുള്ള കർഷകരായ 10 പേർ ഇന്ന് ഒരേ ദിവസത്തിൽ തന്നെ കൂട്ടമായി ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിൽ തന്നെ നടുക്കിയിരിക്കുകയാണ്. മഹേഷ്, എന്റെ മഹേഷ് പോയി. താൻ എന്തായി കാണിക്കുന്നേ? തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണോ? എല്ലാം നമുക്ക് കിട്ടാൻ പോകുന്ന സമയത്തും വോട്ടും. ഞാനിന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം എന്റെ കൂട്ടുകാരനാ. ഇവിടെ വന്ന് കാശ് കിട്ടുമെന്ന് പറഞ്ഞ് അവനെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ട് അവനിപ്പോ ആത്മഹത്യ ചെയ്തിരിക്കുക. ഞാനിനി ജീവിച്ചിട്ടൊരു കാര്യമില്ല. എപ്പോ നോക്കിയാലും മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം ശരിയാവോ? ഞാൻ പണ്ടൊരു സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഒരു കർഷകൻ മരിച്ചു, അതോടെ ജോലി ഞാൻ കളഞ്ഞു. ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് കർഷകർക്ക് എന്താ ഒരു ഫാഷനാണോ? എന്റെ അച്ഛൻ കടം കയറിയാ മരിച്ചത്. അതുകൊണ്ട് അവന്റെ മകൻ ദാ ഇങ്ങനെയൊക്കെ ജീവിച്ചോണ്ടിരിക്കുന്നത്. നീ മരിച്ചത് നിന്റെ മകൻ നാളെ എന്റെ അവസ്ഥയായിരിക്കും. എന്താ കർഷകൻ ഈ നാട്ടിൽ വേറെ പണി ഒന്നും തന്നെ കിട്ടില്ലേ? ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ വേറെ 1000 പണികളുണ്ട്. നിങ്ങൾക്ക് ആഹാരത്തിന് എന്ത് ചെയ്യും? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ ആരാന്നറിയോ? അത് കർഷകർ മാത്രമാ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദാരിദ്ര്യത്തിന് വിലയിടാനുള്ള അധികാരം പോലും ഞങ്ങൾക്കില്ല. കർഷകരെല്ലാം അവന് വേണ്ടി പണിയെടുക്കുന്നു, അവന് വേണ്ടി ജീവിക്കുന്നു എന്നാ നീയൊക്കെ കരുതിയിരിക്കുന്നേ. പക്ഷെ കൃഷിക്കാരൻ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരുടെ ആഹാരത്തിന് വേണ്ടിയാ. ഈ സത്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ലോകത്തിലെ ഒരു കർഷകരും നിങ്ങളെയൊക്കെ പോലെ സ്വാർത്ഥനല്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് വരെ ഞങ്ങൾ പോരാടി നോക്കും. ജീവൻ കൊടുത്താലും കൃഷി നശിക്കാതിരിക്കാനാണ് ഞങ്ങൾ പോരാടുന്നത്. എന്നാ അതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഒരാവശ്യവുമില്ലാതെ ഞാനും ഇപ്പൊ സ്വാർത്ഥനായിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കൊള്ളയടിക്കാൻ വന്നത്. എന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നുക. ശരി വിട്ടേക്ക്. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഒരേ ഒരു അപേക്ഷയുണ്ടത് പറഞ്ഞോട്ടെ. ഇത്രയേ ഉള്ളൂ? താൻ എന്ത് വേണമെന്ന് ചോദിക്കേ. കാര്യം എന്തൊന്ന് പറയാതെ കൊച്ചുകുട്ടികളെ പോലെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കുക. താൻ വന്നേ. ഇപ്പൊ പുറത്ത് നിൽക്കുന്നവന്മാര് നമ്മൾ എന്ത് ചോദിച്ചാലും തരും. നീ ധൈര്യമായിട്ട് ചോദിക്കേ. ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും വേണ്ട. ഈ കാണിക്കുന്നൊക്കെ വലിയ തെറ്റാ. ഞാൻ പറയുന്ന കേക്ക്. ഇതൊക്കെ വിട്ടേക്ക്. ഒന്ന് തന്നോട്ടല്ലോ, നിന്റെ പണി തരും. പൊടി. എന്റെ മുന്നിൽ വെച്ച് ജാൻസി വഴക്ക് പറയണോ? ഞാൻ ആരാന്നറിയോ നിങ്ങക്ക്? എന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞോണ്ടല്ലോ നീയൊക്കെ ഇവിടെ കിടന്ന് മൂത്രം ഒഴിക്കും. ഞാൻ അപ്പം മുതൽക്ക് ആരാന്ന് ചോദിക്കണം വിചാരിച്ചതാ. അല്ല, ആരാണ് എന്റെ അച്ഛൻ? ഞങ്ങളുടെ കമ്പനിയിലെ MDയുടെ മോനാ. ഒരു ലോണിന് വേണ്ടി സൈനപ്പിന് വന്നതാ. അത് മാത്രല്ല, സെൻട്രൽ മിനിസ്റ്റർ രാമയ്യയുടെ മോനാ. ഓ, അപ്പൊ നിനക്ക് 2 അച്ഛന്മാരുണ്ട്. മോനോ? അല്ല, അത് ശരി. നീ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് ഇവനെ വെച്ച് നേടിയെടുക്കാം. ചക്കരെ, നീ വന്നേ. ജാൻസി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ എന്താ ഇക്കാര്യം നേരത്തെ പറഞ്ഞേ? നീയൊക്കെ പറയാൻ വിട്ടിട്ട് വേണ്ടേ? പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ മുഖത്തോട്ട് അടിക്കുകയല്ലായിരുന്നു. പാവോടാ. ശരി, ഞങ്ങൾ ഇറങ്ങുവാ. വാ ജാൻസി, പോ. എങ്ങോട്ടാ പോകുന്നേ? ഇനിയല്ലേ പണിയുള്ളത്. എടാ, അത് ഇവന് കൊടുത്തേ. ഞാൻ കൊടുക്ക്. എന്ത് ചെയ്യാ? വേണ്ട ജീവേ, പ്ലീസ്. എന്താണ് നിന്റെ പ്ലാൻ? ഇവളെ കൊണ്ടുപോയേ. ജാൻസി, പോ. എന്താടാ ഷർട്ടൊക്കെ ഇരിക്കുന്നത്? എടാ ചക്കരെ, റിമോട്ടിന്റെ പോക്കറ്റിലാ ഉള്ളത്. നീ എന്തെങ്കിലും കാണിച്ച ഒറ്റ അമർത്തിൽ നിന്റെ പണി തീരും. സാറേ, നമസ്കാരമുണ്ട്. അയ്യോ ചേട്ടാ, നമ്മുടെ മോൻ. ഉടനെ എന്തെങ്കിലും എനിക്ക് വല്ലാതെ പേടിയാവോ. നീ അകത്ത് പോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. സാറേ, അത് പിന്നെ ഒരു മൈക്ക് വേണം. കർഷക, ചോദിക്കുമ്പോ വലിയ എമൗണ്ട് ആയിട്ട് ചോദിക്കണം, മനസ്സിലായല്ലോ? മൈക്ക് മാത്രം വെച്ചിട്ട് വാ, വേഗം പോ. സാർ, ആ നടുക്ക് നിൽക്കുന്ന പയ്യൻ അവൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. നല്ല മുഖപരിചയം ഉള്ളതുപോലെ തോന്നുന്നു. അകത്ത് 18 പേരുടെ ജീവൻ കുടുങ്ങിയിരിക്കുക. എന്നിട്ട് നിങ്ങൾ പോലീസിനെ അയക്കുന്നു. ഞങ്ങൾ ചോദിച്ച കാശ് ഇതുവരെ വന്നെത്തിയില്ല. കാരണം അകത്തുള്ളത് സാധാരണക്കാരുടെ ജീവൻ. സാധാരണക്കാരുടെ ജീവന് പുല്ലുവില, അല്ലെ? രാമേശ്വരത്ത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നു, അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ താജ് ഹോട്ടലിൽ 2 പേര് മരിച്ചപ്പോ അത് ലോകം മുഴുവൻ വലിയ ന്യൂസ് ആക്കി മാറ്റി. കാരണം നിങ്ങൾക്ക് ജീവൻ പോകുന്നത് വലിയ പ്രശ്നമേ അല്ല. പക്ഷേ അത് വലിയ പുള്ളിയുടെ ജീവനാണെങ്കിൽ പ്രശ്നം തന്നെയാ. എന്താ ശരിയല്ലേ? ഇപ്പൊ ഞങ്ങളെടുത്ത് ഒരു വലിയ പുള്ളിയുടെ ജീവൻ കുടുങ്ങിയിരിക്കുക. ചക്കരെ, നീ ഒന്ന് മുന്നിലേക്ക് വാ. ഇവനെ സെൻട്രൽ മിനിസ്റ്റർ രാമയ്യ സാറിന്റെ മോനാ. ഇതെന്തായാലും നല്ല അടിപൊളി ട്വിസ്റ്റ്. എടാ, നിന്റെ അച്ഛനെ ഇപ്പൊ TV കാണുന്നുണ്ടാവും. നീ ഒരു ഹായ് പറഞ്ഞേ. ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഇയാൾക്ക് എന്തോ ഒരു അപേക്ഷയുണ്ട്. പണിയൊന്നുമില്ല. നീ എന്തിനാ വെറുതെ സീൻ ഉണ്ടാക്കുന്നത്? നിങ്ങളെല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം.
ഞങ്ങൾക്ക് മരിക്കല്ലാതെ വേറെ വഴിയില്ല. സർ മോൻ പോണായി സർ. നീ എന്തായി കാണിക്കുന്നേ? മരിക്കാൻ പോവാണ് സർ. എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയുക? സാർ, ഞങ്ങൾ ചോദിച്ച 20 കോടി ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട. നീ വന്നേ. എടോ നീ എന്തായി പറയുന്നത്? അതിന് പകരം ഞങ്ങളുടെ കാർഷിക കട മൊത്തം എഴുതി തള്ളണം. കർഷകനെ രക്ഷിക്കണം. കർഷകൻ നശിച്ച ഈ ലോകം തന്നെ നശിക്കും. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് സറണ്ടർ ആയിക്കൊള്ളാം. കർഷകരുടെ കട മുഴുവൻ എഴുതി തള്ളണം. സർ ഒരു ചോദ്യം, കർഷകരുടെ കടങ്ങൾ സർക്കാരിന് എഴുതി തരാൻ എങ്ങനെയെങ്കിലും കഴിയുമോ, ഞങ്ങളുടെ സർ? കാർഷിക കട മൊത്തം എഴുതി തള്ളണം. ഞാൻ എനിക്ക് വേണ്ടി മാത്രം പറയല്ല. ഞാൻ പറയാം. അതുകൊണ്ട് കർഷകരുടെ കട എഴുതി ഒരു മിനിറ്റ് വരെ. നീ എന്ത് മണ്ടത്തിലൊക്കെ പറഞ്ഞു? പക്ഷെ നിങ്ങളുടെ ആവശ്യം തന്റെ പോലീസുകാരൊക്കെ എന്തോ ചെയ്തോണ്ടിരിക്കുക. പട്ടാപ്പകർ ബാങ്ക് കയറി കൊള്ളയടിക്കുന്നു, എന്റെ മോനെ പിടിച്ചു വെച്ചിരിക്കുക. അവന്റെ ശരീരത്തിലൊരു ചെറിയ പോറൽ വീണാ പോലും. ഓക്കെ സാർ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നീ അവിടെ എന്തൊക്കെ പറഞ്ഞത്? എനിക്ക് അപ്പോഴെ ഇവനെ കുറിച്ച് അറിയായിരുന്നു. ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീയല്ലേ ആ ഇവനെ കൊണ്ടുപോയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവ ഒരു 5-10 കോടി കൂടുതൽ ചോദിക്കുന്നു വിചാരിച്ചതാ. മൊത്തത്തിൽ കുളമാക്കി. രക്ഷിക്കണം. നിങ്ങളെല്ലാം കൂടി വിചാരിച്ചാൽ പുറത്തേക്ക് പോയിട്ടെ നമുക്ക് പണം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വരാം. അങ്ങനെ പറയരുത്. ഞാൻ കാല് പിടിക്കാം. പറയരുത് അങ്ങനെ. കാല് പിടിക്കാം. കർഷകരെ രക്ഷിക്കണം. കർഷകരെ രക്ഷിക്കണം. കർഷകരെ രക്ഷിക്കണം. ഇവിടെ എന്താണോ നടക്കുന്നേ? അങ്ങോട്ട് പോയി നോക്കാം. അവരോട് അടങ്ങിയിരിക്കാൻ പറയും. ചേട്ടാ, ഈ കട അന്നേ എഴുതി തള്ളിയിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നേനെ. കൃഷി നിർത്തി വേറെ എന്തെങ്കിലും ചെയ്യാതെ പറഞ്ഞല്ലേ. ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു കൂട്ടിയ കാർഷിക കട എഴുതി തള്ളിയ ഞങ്ങൾക്കതൊരു വലിയ സഹായമാവും. ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചോദിച്ച പൈസ മുഴുവൻ വന്നോണ്ടിരിക്കുക. അത് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്കാം. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരാം. കർഷകരുടെ കടം റദ്ദാക്കിയില്ലെങ്കിൽ അകത്തുള്ള ബോംബ് പൊട്ടും. എല്ലാത്തിനും ഇവനാ കാരണം. എടോ, അങ്ങനെ റദ്ദാക്കാനൊന്നും പറ്റില്ല. റദ്ദാക്കാൻ പറ്റില്ലെന്നോ? 36 ലക്ഷം കോടി കോർപ്പറേറ്റിന്റെ കടം എഴുതി തള്ളാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം കർഷകരുടെ കടം വെറും 12 ലക്ഷം കോടിയാ. അത് റദ്ദ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സൈന്യത്തിന് വേണ്ടി ഓരോ വർഷവും നമ്മൾ 10 ലക്ഷം കോടി ചെലവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കർഷകർക്കും ചെയ്യേ. 2 ജീവൻ രക്ഷിക്കുന്ന സംഭവമാണല്ലോ. കർഷകർ നന്നായിട്ട് ജീവിച്ചാൽ മാത്രമേ നാട് നന്നാവൂ. അത് ഏത് നാടായാലും ശരി. സാറെന്നാ നോക്കുന്നേ, ചെയ്തേ മതിയാകും. സർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറയാമോ? I give 2 hours time. All കാർഷിക കടൻ റദ്ദ് or else bomb blast. സർ can you tell it in Hindi? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇനി ഞാൻ ഇത് ഹിന്ദിയിൽ കൂടെ പറയണോ? മലയാളിക്ക് ഏത് ഭാഷയിൽ പറഞ്ഞാലും അത് മനസ്സിലാകും. മനസ്സിലായാ? സോറി സർ. റദ്ദാക്ക് 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 റദ്ദാക്ക്. എന്റെ ഹീറോ സ്വപ്നം തീർന്നടാ. ഇവനത്തെ വട്ടാണോ? എല്ലാം നശിപ്പിച്ചു. സൂപ്പർ അടിപൊളി. കണ്ട സാറേ, ജനങ്ങളുടെ സന്തോഷം പറ്റേ. എന്റെ കൈ കിട്ടുമ്പോ ഞാൻ കാണിച്ചു തരാടാ. ഇത്രയും സമയം 20 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നവർ പെട്ടെന്ന് കർഷകരുടെ കടബാധ്യത എഴുതി തള്ളുകയാണെങ്കിൽ എല്ലാവരെയും വിട്ടയക്കാമെന്നാണ് പറയുന്നത്. 20 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ബാങ്ക് കൊള്ളക്കാർ പെട്ടെന്ന് മാറി കാർഷിക കടങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
ഈ സംഭവം കേരളം മുഴുവൻ ഒരു ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ യുവാക്കൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലണം, അത് മാത്രമാണ് ശരി. ഇവന്റെ കൂടെ ചേർന്ന് നീ ഇങ്ങനെ ആയി പോയല്ലോ. ഇനി നമുക്ക് ഒറ്റ പൈസ കിട്ടാൻ പോകുന്നില്ല. കാർഷിക കടമൊന്നും ഇവർ എഴുതി തള്ളാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പോയാലുണ്ടല്ലോ, നിന്നെ വെടിവെച്ച് കൊന്നിട്ട് നീ ഭീകരനാണെന്ന് പറയുന്നത്. ഭീകരനാണെന്ന് അങ്ങനെ പറയൂടാ? അങ്ങനെ പറയും. എന്നാ നിന്റെ ഐഡിയ എന്താണെന്ന് എനിക്കറിയാം. ഏയ് നേതാവാനുള്ള കളിയാണല്ലേ? പുറത്തു പോയി ഭരണം ശരിയല്ലെന്ന് നീ പറയും, ശരിയല്ലേ? ഒന്ന് ചുമ്മാതിരിക്കടോ. തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു സമയം വരും, അതാണ് ഈ സമയം. അതല്ലാതെ ഭരണം ശരിയില്ല അതൊന്നും പറഞ്ഞോണ്ട് നിക്ക. നീ സൂക്ഷിച്ചോ, ചിലപ്പോ തന്നെ മുടി കത്തിച്ചു കളയും. മുടി കത്തിക്കുന്നാ? ശേഖര, മിനിസ്റ്ററുടെ മോനെയാ പൊക്കിയിരിക്കുന്നത്. ഇനി എല്ലാം നന്നായി നടക്കും. മച്ചു പയ്യന്മാര് തകർത്തടാ. ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതാ. യൂത്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. വണ്ടികളെല്ലാം ബാങ്കിലേക്ക് വിട്. എന്തായാലും നമുക്കൊരു കൈ നോക്കടാ. നീ വേഗം പയ്യന്മാരെ വിളിക്കും. യവന്മാർ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നത്? കാർഷിക കടങ്ങളൊക്കെ എങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയുക? യവന്മാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, സർക്കാർ കേൾക്കാൻ പോകുന്നില്ല. സർ, ജനങ്ങളൊന്നും ഇപ്പൊ പഴയതുപോലെ അല്ല. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് ഇതാണോ മാർഗം? മിനിസ്റ്ററിന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുക അവിടെ. താൻ എന്തൊക്കെയായി സംസാരിക്കുന്നേ? സർ, അവരെത്രമാത്രം പോരാടി നോക്കിയതാ, എന്നാൽ നിങ്ങൾ കേൾക്കുന്നില്ല. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈഡിയറ്റ്സ്. അല്ല, നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? നീ അവരുടെ ആളാ? സർ, അത് ചെറിയ സജഷൻ. സജഷൻ? അവന്മാരൊന്ന് കൈ കെട്ടിക്കോട്ടെ. എന്താടാ ഒരു വല്ലാത്ത മൂടോട്ട്? ഏയ് പോടാ. ഞാൻ അപ്പോഴേ അങ്ങ് ചാവുമായിരുന്നു. ജീവിക്കണമെന്നും പറഞ്ഞില്ല നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ പോയി പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. എന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്നെ പറ്റി കുറച്ചൊന്നും ആലോചിക്കാറുണ്ട് അളിയാ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ട് നോക്കി, കണ്ടില്ലേ ജനങ്ങളൊക്കെ എങ്ങനെ ഒന്നിക്കുന്നു നോക്ക്. കാർഷിക കടം തീർച്ചയായിട്ടും റദ്ദാക്കണം. ഫാമേഴ്സ് ലോൺ ഷുഡ് ബി ക്യാൻസൽ. കാർഷിക കടം മൊത്തത്തിൽ എഴുത്തള്ളണം. മര്യാദയ്ക്ക് കാർഷിക കടങ്ങളൊക്കെ റദ്ദാക്ക്. ചോറ് കഴിക്കണ്ടേ, വേറെ എന്ത് കഴിക്കും നിങ്ങൾ? അവരാണ് ഈ നാടിനെ നട്ടല്ലേ. അവർ പറയുന്നൊക്കെ ശരി തന്നെ. കാർഷിക കടം മൊത്തം റദ്ദാക്കണം. റദ്ദാക്കൂ പ്ലീസ്. പോകുന്നവനും വരുന്നവനും പറഞ്ഞു എന്ന് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ബോസ്. എക്കണോമിക്കൽ കൊളാപ്സ്. കാർഷിക കടം തീർച്ചയായിട്ടും റദ്ദാക്കിയേ മതിയാവും. കാർഷിക കടം തീർച്ചയായും റദ്ദാക്കണം. എടാ, കർഷകരില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും ഇല്ല. അവരൊക്കെ നന്നായിരുന്നാലും നമുക്ക് നന്നായിരിക്കാൻ പറ്റുള്ളൂ. മെറീന ബീച്ചിൽ കൂടിയ ജനക്കൂട്ടത്തിൽ നീ കണ്ടതല്ലേ? എന്തിനു വേണ്ടിയാ? എല്ലാം ഒരു ആവശ്യം തന്നെയാടാ. പണം മാത്രമാണ് വലുതെന്ന് കരുതി ഞാൻ തന്നെ മൊത്തത്തിൽ മാറി. നിനക്ക് പണമാണ് വലുതെങ്കിൽ ആ ബാഗ് അവിടെ തന്നെ ഉണ്ട്, എടുത്തോണ്ട് പോകാൻ നോക്ക്. ശരി, അത് വിട്ടേക്ക്. കുടുംബത്തിന് വേണ്ടി മരിച്ചെന്ന് പറയുന്നതിനേക്കാളും നല്ലത് കർഷകർക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞൊരു അന്തസ്സുണ്ടാവും, അല്ലേടാ? ഒരു സംശയമില്ല അളിയാ. ഹീറോ, നീ റിയലിലെ ഹീറോ അല്ല, റിയൽ ഹീറോ ആയപ്പോ. ഞാൻ നോക്കട്ടെ ഇരിക്കെ. എന്റെ അമ്മോ, എടാ ദുഷ്ടാ. മലയാളത്തിന്റെ സ്വപ്ന സുന്ദരി കൊള്ളയടിക്കാൻ വന്നിട്ട് ബിറ്റ് പടം കണ്ടോണ്ടിരിക്കുക. രണ്ടിനെ കാണാൻ ഒരു വ്യത്യാസവും ഇല്ല. അവൻ പറയുന്ന കേട്ടോ, നീ അവനോട് പോവാൻ പറ. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ അത്രക്കാരനൊന്നുമല്ല. അയ്യോ, കാമ കൊരങ്ങ. ഓക്കെ സാർ, ശരി, ഞാൻ നോക്കിക്കോളാം. AC റൂമിൽ ഇരുന്നുകൊണ്ട് അയാൾ എനിക്കിട്ട് പണി തന്നോണ്ടിരിക്കുക. എല്ലാരെയും പെട്ടെന്ന് രക്ഷിക്കണം, ആർക്കും ഒന്നും സംഭവിക്കാനും പാടില്ല. അതല്ല, ആ മിനിസ്റ്ററുടെ മോന് ഒന്നും സംഭവിക്കാനും പാടില്ല പോലും. ഏയ്, ആരാത് വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുന്നേ? ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ടല്ലോ, ആരാത്? സർ, അത് ജനങ്ങളുടെ സൂപ്പർ സ്റ്റാറാ. ജനങ്ങളുടെ സൂപ്പർ സ്റ്റാറോ? പോലീസിന്റെ കഷ്ടപ്പാടൊന്നും അറിയില്ലോ മാർക്ക്. യവന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായി. സർ, കമലഹാസൻ. അതെ, കമലഹാസൻ നല്ല നടനാണ്. ഇപ്പൊ പാർട്ടിയും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആചരിച്ചുകൊണ്ട് 5 പേജിന് ട്വീറ്റ് ഇട്ടിരിക്കുക. എന്തുമാത്രം പാർട്ടിയാടാ ഈ നാട്ടില്. അയാൾ 1 പേജ് ഇട്ടാ പോലും അറിയില്ല, ഇപ്പൊ 5 പേജാ. എടാ, ഈ ലെവലൊക്കെ എങ്ങനെയാടാ കടക്കുക? നീ എങ്ങനെ ഇത്രയും ലെവലും കളിച്ചു തീർത്തേ? നീ ഒന്ന് നോക്കടാ സതീശ ഈ സീൻ. ഇത്രയും നാള് മരിക്കാൻ പോകും പറഞ്ഞ് പൊലമ്പിക്കൊണ്ടിരിക്കായിരുന്നല്ലേ. ഇപ്പൊ എന്താ ചിരിക്കുന്നേ? അത് വേറൊന്നുമല്ല, ഞാനാണെങ്കിൽ മരിക്കണം എന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. അതെ, നിങ്ങളൊക്കെ ജീവിക്കണം എന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ചാവാൻ പോവാന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാതെ ചിരി വരുവാളിയാ.
പക്ഷെ മോളി വന്ന് നീ ഹീറോ ആണെന്നൊന്നും പറയരുത് കേട്ടോ. ഹലോ വെങ്കട്, നീ എവിടെയാ ഉള്ളേ? അതൊക്കെ താനെന്തിനാ അറിയുന്ന കാര്യം പറ. എടാ നിന്റെ അടുത്ത് തന്ന ബോംബിൽ ഒന്നും ഒറിജിനലാ. അതിൽ ടൈമർ ഉണ്ട്, ഓൺ ചെയ്യരുത്. താനെന്തായി പറയുന്നേ? അത് പൊട്ടിയായി എല്ലാരും തീർച്ചയായും മരിക്കും. എന്തോന്ന്? ഹലോ ഹലോ വെങ്കട്, ഹലോ. അളിയ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പറയടാ. സതീഷ് മരിക്കാൻ പോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ? ഇപ്പൊ യഥാർത്ഥത്തിൽ അവൻ മരിക്കാൻ പോവാ. അങ്ങ് മരിക്കട്ടെ. അളിയ, ബോംബാർട്ടി ഇപ്പഴാ ഫോൺ ചെയ്ത്. അവൻ തന്ന 4 ബോംബിൽ ഒരെണ്ണം ഒറിജിനലാ. നീ വെറുതെ കളിക്കല്ലേ? ഇല്ലളിയ, ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഓ, അതുകൊണ്ടായിരുന്നോ ടൈമറിന്റെ അകത്തുനിന്ന് ശബ്ദം വന്നോണ്ടിരുന്നത്? എന്താണ് രണ്ടുപേരും തമ്മിൽ ഒരു വലിയ രഹസ്യം പറച്ചില്? അളിയ നീ പറ. നീ എന്ന് പറ. അളിയ നീ പറയടാ. നീ പറയടാ. ആരെങ്കിലും ഒരാൾ പറയടാ. എടാ മച്ചു, ഞാനൊരു കാര്യം പറയാം. പക്ഷെ നീ സീൻ ഉണ്ടാക്കരുത്. ഒന്നും ഉണ്ടാക്കില്ല, നീ പറ. നിന്റെ ഈ ബോംബ് ഒറിജിനൽ ബോംബാ? എടാ, എന്റെ ഇതിൽ ടൈമർ ഓടുന്ന ദേഷ്യം കൊണ്ട് നീ പറഞ്ഞല്ലടാ. പറടാ. അവൻ പറഞ്ഞത് സത്യമാടാ. കിടം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നേ. പാഴ്സൽ മാറിപ്പോയത്ര. എന്തൊക്കെ മാറ്റി തരണം ഒരു വ്യവസ്ഥയിലടാ അമ്മമാർക്ക്. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഓൺ ചെയ്തേ? ഞാൻ എന്ത് ഓൺ ചെയ്തെന്നാ? ചോപ്പ് കണ്ടവന് പ്രാന്തല്ലേ? എവിടെ അവൻ? ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിൽക്കുക. എന്തോന്ന് കത്തിക്കണമെന്നോ കുഴിച്ചു മൂടണമെന്നോ? എനിക്കൊരു സത്യം ചെയ്തതാ. സത്യം? ഇക്കാര്യം നിങ്ങൾ സാധിക്കിന്റെ അടുത്ത് മാത്രം പറയരുത്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോ വരാം. ഇവൻ തന്നെ സാധിക്കിന്റെ അടുത്ത് വന്നേ. ഹായ്, നമസ്കാരം ബ്രോ. അത് പിന്നെ എന്റെ ബോഡി സൈസ് കുറച്ച് ലാർജാ. യുമാർ തന്നത് സ്ലിം ഫിറ്റ് ആയിപ്പോയി. നമുക്കൊന്ന് മാറ്റിയെടുത്താലോ? പോടാ. അല്ല, ഈ ഡിസൈൻ നിനക്ക് നന്നായിട്ട് ചേരും, അതുകൊണ്ട് പറഞ്ഞതാ. എന്നോടാ പറഞ്ഞത് പോവാൻ. വീണ്ടും വരുന്നടാ. എടാ, എന്താടാ സാധിക്ക് സമ്മതിക്കുന്നില്ല? എന്റെ വായു വെറുതെ നിന്നെ പറയട്ടെ. അവന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പ്രശ്നം. എടാ, എന്താടാ എത്ര മണിക്ക് പൊട്ടുവോ നോക്കുകയാണോ? എടാ, ബോംബ് പൊട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. ബോംബ് പൊട്ടാൻ പോന്നോ? സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും നല്ലത് ബോംബ് പൊട്ടുന്നതാ. എടാ, എനിക്ക് പേടിയൊന്നും, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അങ്ങോട്ട് പോരുത്. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ? ഇതാ മേടിച്ചോ. നിങ്ങൾ ആവശ്യപ്പെട്ടൊക്കെ ഞങ്ങൾ നടത്താന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ വലിയ തെറ്റാ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങൾ ചോദിച്ചൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇനി 1.5 മണിക്കൂറിൽ ഈ ബോംബ് പൊട്ടും. ഇതുപോലെ അകത്ത് ഇനിയും 3 എണ്ണം ഉണ്ട്. അതെങ്ങാനും പൊട്ടുകയാണെങ്കിൽ ഈ മൊത്തം ഏരിയ തന്നെ ഉടൻ തന്നെ ലോൺ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ ഈ ഏരിയ മുഴുവനായിട്ട് അങ്ങ് ഭസ്മാവും. ബാങ്ക് ഉള്ള കാര്യത്തിൽ യുവാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ്. പോരാട്ടം ജനങ്ങളുടെ കയ്യിൽ പോയി. ഇനി ആര് വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ വോട്ടിംഗ് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു. ജനങ്ങൾ മുഴുവൻ കാർഷിക കടം എഴുത്തണമെന്ന് പറഞ്ഞാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. സർ, ഇപ്പോഴെങ്കിലും ഞാൻ അല്ല ഇപ്പോഴെങ്കിലും ചാനലുകാർ ആവശ്യമില്ലാതെ കൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ആ പിള്ളേരെ കുറിച്ച് പറയുന്നതിനേക്കാളും അവര് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കരയുന്നു? നിന്റെ ഒരു കാര്യം ചുമ്മാ നല്ല രസമുണ്ട്. എടാ, ഒരുപാടങ്ങ് ഫീൽ ആവല്ലേ? പൊട്ടിയേക്ക് നീയും തീരുമായിരുന്നു. ശരി വാ. അതിലെന്താ യൂസ് ചെയ്തിരിക്കുന്നേ?
സാർ ഇത് റയർ മെറ്റീരിയൽ ആണ് സാർ. ആ ബോംബ് പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ് ആണ്. പൊട്ടിയിരുന്നെങ്കിൽ വലിയ പ്രശ്നമാവുമായിരുന്നു സാർ. മാത്രമല്ല അകത്തുള്ള ബോംബ് മുഴുവൻ പൊട്ടിയാൽ ഈ ഏരിയ തന്നെ മൊത്തത്തിൽ നശിക്കുമായിരുന്നു. മാഷേ, ഒന്നാമതേ നാട്ടുകാർ ഭരണത്തെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഓരോരുത്തന്മാർ കൊടിയും പൊക്കി നമ്മുടെ ജീവൻ എടുക്കുക. അതെ സാറേ, ഈ പ്രശ്നത്തെ വരുന്ന ഇലക്ഷനിൽ പ്രതിപക്ഷം കയ്യിലെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കയ്യിലെടുത്താ ജയിക്കാൻ സാധ്യതയുണ്ട്. ശരിയാ സെക്രട്ടറി. കർഷകരുടെ ഈ കട എഴുതി തള്ളാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നിയമത്തിൽ വല്ല വകുപ്പുണ്ടോ? സാറേ, യവന്മാരെ കണ്ട് പേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ നാണക്കേട്. പിന്നെ എല്ലാരും ഇതുപോലെ അങ്ങ് തുടങ്ങിക്കോളൂ. എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുക. നിങ്ങൾ പറയൂ. സാർ പറയുമെങ്കിൽ ഞാൻ ചെയ്യാം സാർ. ബാങ്കുകാരും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല സാർ. സർക്കാർ ഏറ്റെടുക്കുന്നതായിട്ട് അറിയിക്കാം. ഒന്ന് പറയട്ടെ, ഇനി 3 മാസത്തിനകത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. കാർഷിക കടം എഴുതി തള്ളാന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നത് ജയിച്ചത്. എന്നാൽ അത് ചെയ്തില്ല. പിന്നെ അടുത്ത 3 മാസം നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങാതിരുന്ന ഇത് എഴുതി തള്ളാന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഞാനെന്താ പറയുന്നത് പറയൂ. CMA, താനൊക്കെ എന്തോ വിചാരിച്ചോണ്ടിരിക്കുക? ബാങ്കിൽ കയറി കൊള്ളയടിക്കുന്നു, എന്റെ മോനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അതിനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? സാർ ഒന്ന് ക്ഷമിക്കണം. ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം സാർ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ മോനൊന്നും സംഭവിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി ഉടൻ തന്നെ പ്രസ് മീറ്റ് നടത്താൻ പോവുകയാണ്. അതിപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാം. നമസ്കാരം. പൊതുജനങ്ങൾ ഒരു കാര്യവുമില്ല പ്രക്ഷോഭം നടത്താൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. ജനങ്ങൾക്ക് നന്മ മാത്രമേ ചെയ്യൂ. പിന്നെ കാർഷിക കട എഴുതി തള്ളാനായിട്ട് കുറച്ച് സമയമെടുത്തു, അത്രേ ഉള്ളൂ. ഇത് കൃത്യസമയത്ത് ഞങ്ങളെ അറിയിച്ച യുവാക്കൾക്ക് ഞങ്ങൾ നന്ദി പറയും. ഇന്നു മുതൽ കാർഷിക കടം മൊത്തത്തിൽ റദ്ദ് ചെയ്യപ്പെടുകയാണ്. കാർഷിക കടൻ ഇന്നു മുതൽ മൊത്തത്തിൽ റദ്ദാക്കിയിരിക്കുകയാണ്. പൊതുജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. സംസ്ഥാനമൊട്ടാകെ കർഷകർ വളരെയധികം സന്തോഷത്തിലാണ്. കർഷകരുടെ കടബാധ്യതകളെല്ലാം എഴുതിത്തള്ളാൻ ഇന്ന് കൂടി മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. കോമഡി ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷെ പയ്യന്മാര് കലക്കി. നിങ്ങളൊക്കെ എന്തോ ചെയ്തോണ്ടിരിക്കുക? അവന്മാരൊരു ദിവസം മുഴുവൻ നശിപ്പിച്ചിരിക്കുക. അവരെ വെറുതെ വിടരുത്. അകത്തുള്ളവരൊക്കെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഈ പയ്യന്മാരെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും ഔട്ട്സൈഡിൽ വെച്ച് എൻകൗണ്ടർ ചെയ്യാം സാർ. പിന്നെ യവന്മാര് പ്രക്ഷോഭം സമരമൊന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കും സാർ. പോലീസുകാരുടെ കയ്യിൽ അകപ്പെടുമോ ഈ കൊള്ളക്കാർ? വിദഗ്ധ പോലീസ് സംഘം തന്നെ ഇവരെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പിടിക്കപ്പെടുമോ? ചുറ്റും പോലീസാ. ആമാരെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ആ പിള്ളേരെ രക്ഷപ്പെട്ടാൽ മാത്രം മതി. ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇനിയാണ് നമുക്ക് ആപത്ത്. നീ വന്നത് മുതൽ ഞങ്ങൾക്ക് ആപത്ത് തന്നെയാ. അളിയ തീർച്ചയായിട്ടും നമ്മളെ കൊല്ലൂടാ. അത് നമ്മൾ കുടുങ്ങിയല്ലേ? എന്തോ എടാ, അവൻ ആലോചിക്കാൻ തുടങ്ങി. ഇനി എന്തായാലും നമ്മൾ രക്ഷപ്പെടും. ഫ്രണ്ട്സ്, ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും എഴുന്നേറ്റോ? താങ്ക് യു. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ? ചുറ്റും പോലീസാ. ചാവാൻ പോവാ. നീ പറഞ്ഞ പോലെ സംഭവിച്ചു. നോക്കടാ എന്തുമാത്രം പോലീസാന്ന്. എല്ലാരെയും ലൈനിൽ നിർത്ത. എടാ, നമ്മൾ പറഞ്ഞിവിടെ അനാവശ്യമായിട്ട് നിങ്ങൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. നമുക്ക് പോവാം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. ഹോസ്റ്റേജേഴ്സിനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിടുക. ചേച്ചി, ആ ബാക്കിൽ നിങ്ങൾ എടുത്തോടുവാ. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ എല്ലാരും ക്യൂല് റെഡിയാക്കി നിർത്ത. ശരി ശരി, എന്താണ് ചെയ്യുന്നത്? എടാ, എനിക്കൊരു കിട്ടാടാ. എടുത്താടാ. ഒന്നുകൂടെ വെച്ചോ. ഈ ബാഗ് എടുത്തോടെ നീ മുകളിലേക്ക് പോ. ഓക്കെ, എനിക്ക് എന്തിനാടാ പർദ്ദ ഇടുന്നത്? നിന്റെ മോൻ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തോണ്ട്. വേഗം പോ, വേഗം പോ. നീ വാ. പറയൂ സാർ. സാറ് പറഞ്ഞതുപോലെ അക്യൂട്ട്സിനെ കൊണ്ടുപോകാനായിട്ട് വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ. എടോ, വണ്ടികളൊക്കെ റെഡിയല്ലേ? യെസ് സാർ. റെഡിയാ? എന്നാ ശരി. എടാ, അങ്ങോട്ട് നോക്കടാ.
ചിമ്പാൻസി. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ എങ്ങനെയാണോ തോക്ക്? സർ ഇവരെല്ലാം ഉണ്ടായിരുന്ന വെപ്പൺസ് അത്. സർ ചിമ്പാൻസി കയ്യിൽ പണം വെച്ചിരിക്കുക സർ. നിർത്താനാ പറഞ്ഞേ? നിർത്ത. വിളിക്കവനെ, വിളിക്ക. ഇങ്ങോട്ട് മാറണം. മാറിയിരിക്കണം. ശരി, ഇവനെ വണ്ടി കയറ്റേ. പേടിച്ച് കേട്ടടോ അങ്ങോട്ട്. സോറി മോനെ, റോങ് റൂട്ടിൽ വന്നതാ. ഞങ്ങളോട് ക്ഷമിക്കേ. മൈസൺ ബാക്ക് ബാക്ക്. അളിയാ, എടാ അളിയാ, എടാ വാടാ, നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആരോ തുരം കൊണ്ടാക്കി വെച്ചിരിക്കുക. ഇവനെന്താണ് ബീച്ചിൽ വാക്കിങ്ങിന് പോകുന്നല്ലോ പൊക്കോണ്ടിരിക്കുന്നേ? എങ്ങോട്ടാ പോന്നെ? വാ. ഞാൻ അതിലെ വന്നാലേ കുടുങ്ങി പോകും. ഞാൻ വരുന്നില്ല, നീ പോ. അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഇറങ്ങ് ഇറങ്ങ്, വേഗം വേഗം ഇറങ്ങ്, വേഗം. ഓ നോക്കിക്കൊണ്ട് നീ വേഗം ഇറങ്ങ്. എല്ലാരും പോയി. വെറുതെ എന്തിനാ ബാങ്ക് തുറന്നിട്ടേ ഊട്ടി അയക്കാൻ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്തിനാ ആക്രാന്തം കാണിക്കുന്നേ? മര്യാദക്ക് എല്ലാ പണവും തന്നേക്ക്. സാറഞ്ഞത് കഷ്ടപ്പെട്ട് പെറുക്കിയെടുത്താ. നിനക്ക് ഞാൻ കാണിച്ചു. എന്നെ മാത്രം എന്തിനാ പിടിച്ചോണ്ട് പോകുന്നേ? ബാക്കിയുള്ളവരോട് പിടിക്കുക. പണം. മൈസൺ. യെസ് ഡാഡി. നമുക്ക് ആവശ്യമുള്ളതെല്ലാം റോട്ടിലുണ്ട്. മൊത്തത്തിൽ പറക്കിയെടുക്കണം, വേഗം ഡാഡി. നിനക്ക് ആക്സിലേറ്റർ ഒക്കെ കാലെത്തുന്നുണ്ടോ? ഓടിക്കോ. എടാ ഒന്നും മിണ്ടായിരിക്കടാ. ചുമ്മാ എടാ, ഒന്ന് പെട്ടെന്ന് ഗിയർ മാറ്റി പോ. ആരും എന്തായാലും ഫോളോ ചെയ്യുന്നില്ല, വേഗം പോ. എടാ വേഗം പോടാ. അല്ല കോങ്ങ എവിടെ? കോങ്ങോ? കോങ്ങ എവിടെ? കോങ്ങ എവിടെ കുടുങ്ങിയോ? മിണ്ടായിരിക്കും. യുവമാര് പറയുന്നൊന്നും കേക്കണ്ട. നമ്മളെ കണ്ട അവിടെ എല്ലാവരും തിരിച്ചറിയും. പിടിച്ച എൻകൗണ്ടർ ഉറപ്പാ. തിരിക്ക് അവനെ രക്ഷപ്പെടുത്താൻ നമുക്ക്. നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി വിളിച്ചോണ്ട് വാ. പോലീസ് വണ്ടി എടുത്തതാ. നീ പറഞ്ഞ പോലെ തന്നെ അവസാനം നമ്മൾ കുടുങ്ങി. ഇതിനകത്തൊരു ബാഗ് ഉണ്ടോ? എടാ ഇതിനകത്ത് മുഴുവൻ കാശാടാ. നീ ചോദിച്ച 20 കോടിയാണെന്ന് തോന്നുന്നു. അതേടാ അളിയാ, നമ്മൾ രക്ഷപ്പെട്ടളിയാ, നമ്മുടെ ഭാഗ്യം.
അയ്യോ മാസ്ക് അടിക്കണം. എന്റെ ഒറിജിനൽ മുഖമാണ്. മാസ്ക് അടിക്കാൻ. അയ്യോ, ഇത് മാസ്ക് അല്ല അടിക്കണം സാറേ. അങ്ങോട്ട്. എന്റെ ഒറിജിനൽ മുഖം. സാർ മാസ്ക് ഒന്നുമല്ല, ഇത് ഒറിജിനൽ ഫേസാ. താങ്ക് യു ചിലപ്പോ ഇവൻ ഗൊറില്ലയുടെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്തതായിരിക്കും. മനുഷ്യൻ തന്നെയാ. സാറേ പടം കഴിഞ്ഞില്ല പിന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ടൈറ്റിലാണോ? ആ. നിനക്കെതിരായിട്ടുള്ള എല്ലാ പ്രൂഫും ഇതിനകത്തുണ്ട്. മര്യാദയ്ക്ക് സത്യം പറയുന്നത് നിനക്ക് നല്ലത്. അവരൊക്കെ എവിടെയാ ഉള്ളത്? അടുത്തോട്ട് വാ. ഞാനൊരു കഥ പറയട്ടെ സാറേ. ഒരു നാട്ടിൽ ഒരു മങ്കി നന്നായി വാണിരുന്നീ വിധം, അതിനൊപ്പമായി ചിരിയൊപ്പുവാൻ ഒരു കൂട്ടം അമ്പടാ. ഒരു ഗ്യാങ് ഒരു ബാങ്ക് ചെന്നു കണ്ടുവെച്ചടോ. ഉള്ളിൽ പോയി ഗണ്ണു കാട്ടി പണമടിക്കാൻ ചെന്നടോ. കണ്ണ് ബോംബെല്ലാം അയ്യോ കൺട്രോൾ ചെയ്യുവാൻ മങ്കി തലതാവുതല്ലടാ. പോലീസ് ഫോഴ്സിന് ഒരു ഭാഗ്യം നൽകുവാൻ ചടചണ്ടയും കൂടി സീനുണ്ടാക്കിയ മങ്കി മങ്കിക്ക് കോങ് എന്ന പേര് വെച്ചെന്നേ. കിങ് കോങ് പോലവൻ ഭീകരനായെന്നേ. ബാങ്കിൽ കൊള്ളയടിക്കാൻ പോയതാ, പക്ഷേ കാലക്കെടിന് കഥയത് മാറിയതാ. പരിചയം കൂടിയാൽ കോങ് കുരങ്ങു ദോസ്തടാ. സ്നേഹത്താൽ പൊതിയുമേ ആരെയും വിടാ. പോലീസ് മിലിറ്ററി ആരു വന്നുവെങ്കിലും പപ്പടം പോലവൻ പൊടി പൊടിക്കുമേ. വാ നീ ഓടി വാ, ഈ കഥയ്ക്ക്